ഈ ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 9 10 കിടും 10 9 കിടും എന്നല്ലാതെ അതിൽ പുതിയ കുട്ടികൾക്ക് ആവശ്യമുള്ളൊരു സാധനമില്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാൻ അവർ വില്ലിങ് ആണ്. അപ്ഡേഷൻ ഉണ്ട്, ബട്ട് ഉള്ളത് വളരെ സ്ലോ ആണ്, ഭയങ്കരമായിട്ട് സ്ലോ. അത് ക്വിക്കാക്കിയേ പറ്റുള്ളൂ. നമസ്കാരം, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളുടെ കൂടെ ഇന്നുള്ളത് ചിന്ത ചേച്ചി, ജെറിൻ ചേട്ടൻ ആൻഡ് അസ്രുദ്ദീൻ ചേട്ടനാണ്. ചിന്ത ചേച്ചി ജവഹർ നവോദയ വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ജെറിൻ ചേട്ടനും അസ്രുദ്ദീൻ ചേട്ടനും സ്കൂൾ ഗുരു എന്ന് പറയുന്ന ഒരു എഡ്യൂടെക്കിന്റെ കോ-ഫൗണ്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. സ്കൂൾ ഗുരു എന്ന ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിന്റെ കോ-ഫൗണ്ടേഴ്സ് എന്ന നിലയ്ക്ക് എന്താണ് ഈ സ്കൂൾ ഗുരു എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? സ്കൂൾ ഗുരു സത്യം പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പം മറ്റ് പ്ലാറ്റ്ഫോമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ക്ലാസ് റൂംസ് ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു മാസമായിട്ടുള്ള ക്ലാസ് റൂമിൽ കുറേ കുട്ടികൾ, ഒരു ടീച്ചർ എന്ന് പറയുന്നു, അതിൽ കുറേ പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, കുറേ പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. നമ്മൾ ഈ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് പറയും ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേരും ഡിഫറെൻ്റ് ആണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഓരോ കുട്ടിക്കും ഓരോ ലെവലിലായിരിക്കും ക്ലാസ്സസ് വേണ്ടത്. നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നവരുണ്ട്, നമ്മൾ പറഞ്ഞ ഗിഫ്റ്റഡ് ചൈൽഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ ടൈപ്പ് ആൾക്കാരുണ്ട്. എന്നാൽ സ്ലോ ആയിട്ട് പഠിക്കുന്നവരുണ്ട്, അല്ല എന്തെങ്കിലും പറഞ്ഞ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം ഓരോ കുട്ടിക്കും ഓരോ ടൈപ്പ് ക്ലാസ്സാണ് ശരിക്കും വേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ അത് നടക്കില്ല. ആ ഒരു സംഭവത്തിനൊരു മാറ്റം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വലൈസ്ഡ് ക്ലാസ് റൂംസ് കൊണ്ടുവരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടീൻ്റെ നീഡ് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സ്റ്റുഡൻറ്റിൻ്റെ നീഡ് എന്താണോ, ചിലപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ വിഷയത്തിലായിരിക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ വിഷയത്തിൽ മാത്രം ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാനായിരിക്കും പ്രശ്നമുള്ളത്, അപ്പോൾ അതിന് വേണ്ടൊരു ടീച്ചറിനെ കൊടുക്കുക. ചിലപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക, അപ്പോൾ അതിന് വേണ്ടൊരു ടീച്ചറിനെ കൊടുക്കുക. എന്താണോ കൊച്ചിൻ്റെ ഇഷ്യൂ, ആ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അതായിരുന്നു സത്യം പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് ക്ലാസ് റൂമിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഒരു ടീച്ചറും ഒരു കുട്ടിയും മാത്രമേ ക്ലാസ് റൂമിലുള്ളൂ. ബട്ട് കുട്ടീനെ കറക്റ്റായിട്ട് ടീച്ചർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കുട്ടിയുടെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, കുട്ടിക്ക് വളരെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ടീച്ചറിനോട് സംസാരിക്കാൻ പറ്റും. നല്ലൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ 1-to-1 ക്ലാസ്സിൻ്റെ ഓപ്ഷൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും സംടൈംസ് നമുക്ക് വരുന്ന കൂടുതൽ എൻക്വയറീസ് ഒക്കെ പുറത്തുനിന്നുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഒത്തിരി എൻക്വയറീസ് ആണ് വരാറുള്ളത്. അപ്പോൾ ആ കുട്ടി ഈവൻ ഖത്തറിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ഈവൻ USA എന്നൊക്കെയുള്ള കുട്ടികൾ നമുക്കുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഫാക്കൽറ്റീസിനെ വെച്ച് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ കുട്ടിയും ഒറ്റ ടീച്ചറാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് റൂം, വളരെ എൻജോയ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും. അതാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇത്രയും പ്രചാരത്തിൽ വരാനായിട്ടുള്ള ഒരു റീസൺ സ്കൂളുകളിൽ അധ്യാപകരുടെ ഒരു ക്രിയേറ്റിവിറ്റി മീൻസ് അവരുമായിട്ടുള്ള ഒരു മിംഗ്ലിംഗ് ഒക്കെ കുറവുള്ളത് കൊണ്ടാണോ, അതോ ഈ പാരൻസിന് മക്കൾ കൂടുതൽ മാർക്ക് മേടിച്ച് ഉയരാൻ വേണ്ടിയിട്ട് പ്രത്യേകം അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ക്ലാസ്സുകൾ കൊടുക്കണം, അങ്ങനെ ഒരു തീരുമാനം കൊണ്ടായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം? ഒരു മാസ് ക്ലാസ് റൂം എന്ന് പറയുമ്പം ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളാണെങ്കിൽ പോലും ഒരു ക്ലാസ്സിലൊരു 45 കുട്ടികൾ മിനിമം എന്തായാലും ഉണ്ടാവും. 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു 60 കുട്ടികൾ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 60, ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോൾ അത് 60-ന് പുറത്ത് വരാറുണ്ട്. അപ്പോൾ ഒരു ടീച്ചർക്ക് ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ തന്നെ ഏതെങ്കിലും കൺസെപ്റ്റ് പഠിപ്പിക്കാം. കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു മാസ് ക്ലാസ് റൂമിനെ ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ടീച്ചർക്ക്. അപ്പം അതില് പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും, പല റേഞ്ചിലുള്ള ആളുകളേക്കും. എബോവ് ആവറേജ് കുട്ടികളുണ്ടാവും, ആവറേജ് ഉണ്ടാവും, അതുപോലെ തന്നെ ബിലോ ആവറേജ് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ടീച്ചർക്ക് ആവറേജ് കുട്ടികളെ വെച്ചിട്ട് മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റൂ, അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ എബോവ് ആവറേജുള്ള കുട്ടികളും ബിലോ ആവറേജുള്ള കുട്ടികളും മാറിക്കേണ്ടി വരും. ആ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഒരു കൺസെപ്റ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടിയെ ഫോക്കസ് ചെയ്ത് ആ കുട്ടിക്ക് എന്താണോ പ്രശ്നം അത് മനസ്സിലാക്കി, ആ കുട്ടിയുടെ നീഡ് എന്താണോ അത് മനസ്സിലാക്കി ആ കുട്ടിക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്.
പിന്നെ അതിലൊരു കാര്യം കൂടി വരുന്നത് കൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ സ്കൂളിൽ വിട്ട് വന്ന് ഇന്നത്തെ കുട്ടികൾ ഫുള്ളി പാക്ഡ് ആണ്. നോക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് നേരെ ട്യൂഷന് പോവാ, ട്യൂഷൻ കഴിഞ്ഞ് വന്ന് വീട്ടിലെ സ്റ്റഡി, ഇതൊക്കെ കഴിയുമ്പോൾ ഫുൾ പാക്ഡ് ആണ് കുട്ടികൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൺവീനിയൻസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറും കൂടെ ഇതിൽ വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇന്നത്തെ ഒരു CBSE സ്കൂൾ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ നിന്ന് അല്ലേ. അപ്പോൾ അവർ വീട് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ അവർ ടയേർഡ് ആവില്ല. അപ്പോൾ അങ്ങനെ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ ടീച്ചിങ് ഒരു ടീച്ചറെ ഏർപ്പാടാക്കി വീട്ടിൽ തന്നെ സംഗതിച്ചാലേ പുറത്തുള്ള പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു കുട്ടീനെ ട്യൂഷനെ പറഞ്ഞേക്കുക എന്നുള്ളത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാരണം ചിലപ്പോൾ രണ്ടാൾ ജോലിയുള്ള ആളുകളായിരിക്കും. അപ്പൊ രണ്ടാൾക്ക് നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇനിയിപ്പോ അച്ഛന് ജോലിയുള്ള ആളാണെങ്കിൽ തന്നെ അയാൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു ഓഫ്ലൈൻ ട്യൂഷൻ ആണെങ്കിൽ അയാൾ പിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ അവിടെ ട്യൂഷൻ സെന്ററിൽ കൊണ്ടുപോയി ആക്കണം, തിരിച്ചു കൊണ്ടുവരണം. ഇത് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ഡയറക്റ്റ് കുട്ടിയെ അസസ് ചെയ്യാം. ആ കുട്ടി എന്താണോ കേൾക്കുന്നത് ഒപ്പം ഇരുന്ന് പാരന്റ്സിനെ കേൾക്കാൻ പറ്റും. എങ്ങനെയാണ് ക്ലാസ് പോകുന്നത്, എങ്ങനെയാണ് എന്തൊക്കെ സജഷൻസ് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുമ്പോൾ കുട്ടി മാത്രം അവിടെ ഉള്ളത്. കുട്ടി ക്ലാസ്സിന് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണോ അവിടെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അത് പാരന്റിന് കാണാൻ പറ്റും. അത് വലിയൊരു സംഗതിയാണ്. ഈ കൺവീനിയൻസ് അത് തന്നെയാണ്. അതായത് ഇതൊന്നും പ്രയാസങ്ങളൊന്നുമില്ല. നേരെ കുട്ടിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ, ഈ ടീച്ചർമാരുടെ അങ്ങനെ ഒരു ചോദ്യം വന്നല്ലോ, ടീച്ചേഴ്സിന്റെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ ഇതിലേക്ക്? ഒരിക്കലും അല്ല. കാരണം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ അത്രയും മാസ് പോപ്പുലേഷൻ ആണ് നമുക്കുള്ളത്. അത്രത്തോളം ഫെസിലിറ്റി നമുക്ക് ഉണ്ടെന്ന് പറയാം. ഇപ്പൊ മാക്സിമം നമ്മുടെ പോളിസീസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 30 കുട്ടികൾ അല്ലെ 30:1 ഒക്കെ ഉള്ള രീതിയിലാണ്. പക്ഷെ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ ഈ പറഞ്ഞ മോർ ദാൻ 50 കുട്ടികളുണ്ട്. അപ്പം അതിനകത്ത് ഒരു മോർ ദാൻ 75% ആവറേജ് കുട്ടികളായിരിക്കും. അപ്പൊ ഈ നോർമൽ ടീച്ചർക്ക് അങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളൂ. അപ്പൊ അവരങ്ങനെ എടുക്കുകയുള്ളൂ. നമുക്ക് ഒരു സിസ്റ്റത്തിന് ഒരിക്കലും കുറ്റം പറയാനൊന്നും പറ്റില്ല. ബട്ട് പാരന്റ്സുകൾക്ക് എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. നമ്മുടെ മക്കൾക്ക് അത്രത്തോളം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കുറേ കൂടി ആൾക്കാർ വരുന്നു. ടീച്ചേഴ്സിന്റെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ടീച്ചേഴ്സ് പരമാവധി എഫേർട്ട് ഇടുന്നുണ്ട് ക്ലാസ്സിൽ. നമുക്കൊക്കെ അറിയാം, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ കുട്ടിയും ഒരു 10th ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ 12th ക്ലാസ് എടുക്കുമ്പോൾ ഓരോ കുട്ടിക്കും എത്ര മാർക്ക് വേണം, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് വരും, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഓരോ കുട്ടിക്കും നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിന് ഒരുപാട് പാരന്റ്സ് കംപ്ലൈന്റും പറയും. കംപ്ലൈന്റ് ആണ് നമുക്ക് കൂടുതൽ വരാം. പാരന്റ്സ് മീറ്റിംഗിൽ ഇഷ്ടംപോലെ കംപ്ലൈന്റ് വരും. മെയിൻ ആയിട്ട് വരുന്നത് സയൻസ്, മാത്സ് സബ്ജക്ട്സിനായിരിക്കും കൂടുതലായിട്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വരും. നിങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് എപ്പോഴും കേൾക്കാം. പക്ഷെ ടീച്ചേഴ്സ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് അവര് ഇടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പേഴ്സണലി ഒരു ടീച്ചറാണ്. അപ്പൊ ഞാൻ എത്ര എഫേർട്ട് ഇടുന്നുള്ളത് ഓരോ കുട്ടിക്കും ഓരോ കുട്ടിയുടെ നന്മ ആഗ്രഹിച്ചിട്ട് എത്ര എഫേർട്ട് ഇടുന്നുള്ളത് നമുക്കറിയാം. കോമ്പറ്റീഷനും ഉണ്ടല്ലോ. ഇപ്പൊ പഴയ പോലെയല്ല. പണ്ടിപ്പം ഒരു സ്കൂളിന്റെ മാർക്ക് പോലെയല്ല. ഇപ്പൊ എല്ലാവർക്കും ഹൈ മാർക്കാണ് എല്ലാ സ്കൂളുകളിലും. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഈ സ്കൂളുകൾ തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ സ്കൂളിലെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ടീച്ചേഴ്സ് നല്ലപോലെ എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ PT ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അത്യാവശ്യം എല്ലാ സ്കൂളുകളിലും. അപ്പൊ പഴയ മാതിരിയൊന്നുമില്ല. ടീച്ചേഴ്സ് എന്തെങ്കിലും പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയി ചോദിക്കാനുള്ള സിസ്റ്റം ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. നല്ലതാണ് അല്ലേ? നോക്കുമ്പോ അവരും കുറച്ചും കൂടെ ഒരു കൺസേൺഡ് ആയിരിക്കും കുട്ടികളുടെ കാര്യത്തില്. അപ്പൊ ഒരു കുട്ടി വീക്ക് ആണെങ്കിൽ ആ കുട്ടീനെ പിടിച്ചിരുത്തി പഠിപ്പിക്കും. അതെ, ആ കൺസേൺ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ കൺസേൺ നമുക്ക് കുറച്ചും കൂടി പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പം അസ്രു നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിനകത്ത് ഓൺലൈനിലാണ്. ഇപ്പം കുട്ടിയുള്ളത് ഇപ്പോൾ ഖത്തറിലാണ്. നമ്മുടെ സ്റ്റുഡൻറ്റ് ഇപ്പോൾ എടുക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ റെക്കോർഡിംഗ് നടക്കുന്ന ചാലക്കുടിയിൽ നിന്നാണെങ്കിൽ ആ ടീച്ചർ ചാലക്കുടിയിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ പാരന്റിന് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ കയറാം. അവിടെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒരിക്കലും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഇതില് ഗവൺമെന്റ് സ്കൂളും പിന്നെ CBSE സ്കൂളും തമ്മിൽ വളരെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് സ്കൂളിലെ പാരന്റ്സ് മിക്കതും എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. അപ്പൊ അവർ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ പക്ഷെ CBSE എന്ന് പറയുന്ന ഓരോ പാരന്റും ഓരോ കുട്ടീനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട്
ആണ് നോക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ഓൺലൈൻ ടീച്ചിങ് എന്നുള്ള ഒരു അല്ല, അത് CBSE ഗവൺമെൻറ് കമ്പയർ ചെയ്യുന്ന എയ്ഡഡ് സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ 2 സ്ഥലങ്ങളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയ ആളാണ്. B.Ed പഠിക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിക്കലുണ്ട് ഏറ്റവും നല്ല ടീച്ചേഴ്സ് എവിടെയുള്ളതെന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവരും പറയാം നല്ല മാർക്ക് കിട്ടുന്നോട് നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ 2 സ്കൂളുകൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ എയ്ഡഡ് സ്കൂളിൽ നല്ല മാർക്കുള്ള കുട്ടികളാണ്, അവിടുത്തെ ടീച്ചേഴ്സ് അടിപൊളിയാണെന്നുള്ള. ഞാൻ ആ 2 സ്കൂളിൽ വർക്ക് ചെയ്ത ആളാണ്. സ്കൂളിൻ്റെ പേര് ഞാൻ പറയില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. കാരണം PSC ഒക്കെ കഴിഞ്ഞ് അത്രയും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകൾ അങ്ങോട്ട് വരുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കുട്ടികളൊരു പ്രശ്നമാണ്. നമുക്ക് കിട്ടുന്ന ഒരു കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ കിട്ടുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് കുട്ടികളാണ്. മറ്റെന്ന് പറഞ്ഞാൽ ആ ചുറ്റുഭാഗത്ത് മാത്രമല്ല, ആ ഒരു ഏരിയ മാത്രം ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ഒരു നിശ്ചിത ഏരിയ ഉണ്ട്, ആ ഏരിയൻ്റെ ഉള്ളിൽ നിന്നേ വരുള്ളൂ. അതും ഒരു ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് കുട്ടികളെ. പക്ഷെ അവരെ അത്രയും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം എഫേർട്ട് പോലിടുന്നുണ്ട്. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഈ ഹൈസ്കൂൾ വരെയുള്ളതിനെ ബാധകമുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുള്ളത്, എനിക്ക് ആ സ്കൂളിൻ്റെ പേര് പറയാനോട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചത് GHSS അരീക്കോട് എന്ന് പറഞ്ഞ സ്കൂളിലാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോടുള്ള പെരുമ്പറമ്പ് പറഞ്ഞ സ്ഥലത്തുള്ള GHSS അരീക്കോട്. അവിടെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് +1 പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ഒരു ചെറിയ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരല്ല. അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവിടുന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്രയും എന്താ പറയുക, അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ടീച്ചേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും ഈവൻ ഇറ്റ്സ് എ ഗവൺമെൻറ് സ്കൂൾ. ഫെസിലിറ്റീസും കൂടുതൽ ഹയർ സെക്കൻഡറീസ് ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് അത്രത്തോളം ഫണ്ട് അതിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് ഹയർ സെക്കൻഡറി വരെ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു പക്ഷേ പറ്റുമായിരിക്കും. പക്ഷേ ഹയർ സെക്കൻഡറിൻ്റെ ലെവൽ വരുമ്പോൾ മീൻസ് ഹയർ എഡ്യൂക്കേഷൻ്റെ തുടക്ക ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഗവൺമെൻറ് സ്കൂളുകളാണ് അറ്റ് പ്രസൻറ്റ് കയറി നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നതായിട്ടോ അത് ഈ കാണാതെ പഠിക്കുന്നു അങ്ങനെയുള്ളതിൽ നിന്നൊരു വ്യത്യസ്തത എന്തെങ്കിലും വന്നിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, നിലവിലെ സിലബസ് വെച്ച് പഠിച്ചിട്ടൊരു കുട്ടിക്ക് എന്ത് കിട്ടുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കലുണ്ട്. കാരണം ആ സിലബസിലുള്ള ഒന്നും ആ കുട്ടിക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിലെന്താണോ, ഇപ്പോൾ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്സോ ഹൈസ്കൂൾ വരെ പഠിച്ചൊരു കുട്ടി, അത് പ്രാഥമികമായിട്ട് കിട്ടേണ്ട കുറേ സംഗതികളുണ്ട്. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്നു ആ കുട്ടി. ഇപ്പം എൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ +2 സയൻസ് കഴിഞ്ഞു, ഡിഗ്രിക്ക് ഫിസിക്സ് എൻ്റെ ഒരു ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ പകുതി എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ബാക്കി വീട്ടുകാരുടെ ഒരു നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിസിക്സ് എടുത്തു. പക്ഷെ എനിക്ക് ഒരു ബയോളജി ആ ഒരു റിലേറ്റഡ് അല്ലെങ്കിൽ ബോട്ടണി സുവോളജിയൊക്കെ താല്പര്യം, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നു. ഡിഗ്രിയൊക്കെ അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ അടുത്തൊരു ചോദ്യമാണ് PG. നമ്മൾ ഭാവി അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടൊന്നല്ല ഈ കോഴ്സുകളൊന്നും എടുക്കണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണം ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് ഓരോ സ്റ്റേജിലെത്തുമ്പോഴും മാറി 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 വരികയാണ്. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഏതായാലും ഡിഗ്രി ഫിസിക്സ് എടുത്തതല്ലേ, എന്തായാലും എന്നാൽ പിന്നെ PG ഫിസിക്സ് എടുത്തോ എന്നുള്ളൊരു ഓപ്ഷനായി. PG ഫിസിക്സ്ക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ പറയണമെന്ന് നമുക്ക് മനസ്സിലാണില്ല. എന്താണ് പറയുന്നത് ടീച്ചർമാർക്കും അറിയില്ല, കേൾക്കണ ഞങ്ങൾക്കും അറിയില്ല. അല്ല, വളരെ അത്യാവശ്യമായിട്ട് എന്തിനത് പഠിച്ചോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ 2 ബോയ്സ് ഉണ്ടായിരുന്നു PGക്ക് പഠിച്ച സമയത്ത്. കുറഞ്ഞ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ക്ലാസ്സിലുള്ളായിരുന്നു. അപ്പോൾ ടീച്ചർമാരൊന്നും ഞങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. കാരണം ഡിസ്റ്റർബ് ചെയ്താൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം അങ്ങോട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒരിടത്തില്ല, നമുക്കറിയാം. കാരണം എന്താണോ എന്തിനാണോ ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ എന്താ നമ്മൾ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത്. ഞാൻ ടീച്ചറോട് എനിക്കിത് പഠിച്ചാൽ ഇനി വരുന്ന ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള പറഞ്ഞത്. ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനുപരി ഇതിനൊരു എന്താ ഒരു റിസൾട്ട് എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ആ PG അങ്ങനെ കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ ലൈഫിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ ആ കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയെന്നല്ലാതെ അതിനൊന്നും കിട്ടിയിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ +2 വരെയുള്ള ഫിസിക്സേ ഇപ്പോഴും എനിക്കറിയുള്ളൂ. സത്യത്തിൽ അത് മതി എന്നുള്ള എൻ്റെ അഭിപ്രായം. പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ തന്നെ അത് മതി. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഫിസിക്സ് നമ്മളെ ഡെയിലി ലൈഫിലോ അല്ലെങ്കിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയിലോ ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
അതാ പറഞ്ഞത്, അതായത് കൊല്ലങ്ങളോളമായിട്ടുള്ള ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മളെ സർക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പം ക്ലാസ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതൊരു പ്രാക്ടിക്കൽ സംഗതിയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കില്ല്, ഒരു കുട്ടിക്ക് ഒരു സ്കില്ല് മനസ്സിലാക്കി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ആ കുട്ടീനെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം പുറത്തൊക്കെ എഡ്യൂക്കേഷൻ, നമ്മളെ നാട്ടിൽ ജോലിയില്ല. ഇത് പഠിച്ചിട്ട് ഇപ്പം എത്രയോ പഠിച്ച ആൾക്കാരുണ്ട്, ആ പഠിച്ച ആൾക്കാർക്ക് എന്തില്ല, ജോലിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ പഠിച്ച ആൾക്കാരൊക്കെ ആ മേഖലയിൽ എക്സ്പേർട്ടാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഈ സിലബസ് വെച്ചാൽ പഠിക്കണേ. ഈ സിലബസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട കുറേ സംഘം, ഒരു സിലബസ് ഇപ്പം എന്തോ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മൊഡ്യൂളിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പം ആ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതിലുപരി അതിനൊന്നും കിട്ടാനില്ല. സിലബസിൽ അപ്ഡേഷൻ വേണമെന്നുള്ളതിലൊരു തർക്കമില്ല. കാരണം ഇപ്പോഴത്തെ സിലബസ് എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ചു വന്ന സിലബസും ഞാൻ പഠിപ്പിക്കുന്ന സിലബസും ഇപ്പോഴും ഒരു മാറ്റമില്ല. അതിൽ ഒരു അപ്ഡേഷനും നിലവിലില്ല. തീർച്ചയായും അപ്ഡേഷൻ ഉണ്ടാവണം. കാരണം ആ പുസ്തകങ്ങളൊക്കെ എന്നോ മാറിപ്പോകേണ്ട കാലം മാറി, ആ കാലം കഴിഞ്ഞു പോയി. നമ്മൾ പഠിച്ച ഞാൻ പഠിച്ച പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ആ സാധനം ഞാനും പഠിപ്പിച്ചു കൊടുക്കണേ. അപ്പോൾ അപ്ഡേഷൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇത്രയും കാലമായിട്ടും അതിലൊരു ചേഞ്ച് വന്നിട്ടില്ല. ടെക്നോളജി ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് പോയിട്ടും നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയിലൊരു മാറ്റം വരാത്തത് കൊണ്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ 10 വയസ്സുള്ള ഒരു ആൺകുട്ടി റോബോട്ടിനെ ഉണ്ടാക്കി, അങ്ങനെയുള്ളത്. അപ്പോൾ അവൻ അത്രേ പഠിച്ചിട്ടുള്ളൂ. 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം ഒരു ഏജ് നമുക്ക് കണക്കാക്കാമല്ലോ. ആ കുട്ടി യാതൊരുവിധ ടെക്നോളജി ബേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നു. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഇത്രയും പ്രാധാന്യം ഉണ്ടാകുമോ എന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെ വരുന്ന ഒരു കുട്ടീനെ പിന്നീട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഈ ഒട്ടും അപ്ഡേഷൻ ഇല്ല എന്ന് മൊത്തത്തിൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നത്. ലൈക്ക് അപ്ഡേഷൻസ് പറഞ്ഞാൽ കരിക്കുലം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ കരിക്കുലത്തിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പതാ ഈ വർഷം 9ാം ക്ലാസ്സിൻ്റെ 7ാം ക്ലാസ്സിൻ്റെ 5ൻ്റെ ഒക്കെ ടെക്സ്റ്റ് മാറുന്നുണ്ട്. അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞാല് ഈ ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 9th 10 കിടും 10th 9 കിടുന്നല്ലാതെ അതിൽ പുതിയ കുട്ടികൾക്ക് ആവശ്യമുള്ളൊരു സാധനം ഇല്ല. ഇതായത് എനിക്ക് തോന്നുന്നത്, അതായത് ഈ കരിക്കുലം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഈ സാധനം ഇവർക്ക് അറിയണ കുറേ സാധനം ഈ കുട്ടികൾ പഠിക്കണം എന്നുള്ള നിർബന്ധാവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത് കുട്ടികൾ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്നും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? അല്ല, അത് വേറൊന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കരിക്കുലം ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ സംഭവത്തിലേക്ക് പോകുമ്പം ഈ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും. അവർ സ്ഥിരമായിട്ട് ടെക്സ്റ്റ് ബുക്ക് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവൽ ഓഫ് പീപ്പിളാണ്. അപ്പോൾ അവർക്ക് അറിയുന്ന ഒരു നോളജ് ഉണ്ട്. ബിക്കോസ് ദേ ആർ ഹൈലി എക്സ്പീരിയൻസ്ഡ്. അതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇഷ്ടം പോലെ നമ്മുടെ കരിക്കുലംസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടും റിട്ടേൺ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഓഫ് കോഴ്സ്. പക്ഷേ ഇതിലേക്ക് ഈ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതുകയാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദിക്കുന്ന അറിയാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഫോൺ എടുത്തിട്ട് ജെമിനിനോടോ ChatGPTനോടോ ചോദിച്ചിട്ട് നമ്മൾ കാര്യം റൈറ്റപ്പ് ചെയ്യും. അപ്പം നമ്മൾ പക്ഷേ ഈ ഒരു എഴുതുന്ന ആൾക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരിക്കുലം ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് നോളജ് ഇല്ല എന്ന് ഒരിക്കലും പറയില്ല. അവർക്ക് അറിയാത്ത ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ല, അവർ വായിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. അതായത് ഹൈലി നോളജബിൾ, അതിനകത്തൊരു ഡൗട്ടും ഇല്ല. പക്ഷേ അവർ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളതൊരു ഡൗട്ടാണ്. അവർ അപ്ഡേറ്റഡ് ആണോ? ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാൻ അവർ വില്ലിങ് ആണോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാൻ അവർ വില്ലിങ്ങാണ്, നോ ഇഷ്യൂസ്. ഇപ്പോഴത്തെ ജനറേഷന് വേണ്ട ടെക്സ്റ്റ് ബുക്ക് ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ അവർ വില്ലിങ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇപ്പോൾ വളരെ അടുത്താണ് QR കോഡ് കാണാൻ തുടങ്ങിയത്, വളരെ അടുത്താണ്. ഇപ്പം ഈ പുതിയ വന്ന ടെക്സ്റ്റ് ബുക്കിലാണ് വളരെ അടുത്ത്. ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ മുമ്പ് എത്രയോ മുമ്പ് മറ്റ് രാജ്യങ്ങളിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ പറയാം എന്താ QR കോഡ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയാത്തവരുണ്ട്. ആ ഒരു സിസ്റ്റം സ്റ്റിൽ. അത് ഈ ടെക്നോളജി ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പ്രശ്നം ടീച്ചേഴ്സിനുണ്ട്. കോവിഡ് വന്ന സമയത്ത് ആകെ പ്രതിസന്ധിയാണ്. കാരണം ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇട്ട് കൊടുക്കാൻ പോലും ഭയങ്കര അഡ്വാൻസ്ഡ്. മറ്റേ എന്തായിരുന്നു നമ്മുടെ ഉമർ അബ്ദുസലാമിന്റെ ഒരു ടോക്കിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം 20 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെന്റ് നമ്മൾ 2 വർഷം കൊണ്ട് എടുത്തു. കാരണം ഈ പറഞ്ഞ ടീച്ചർമാരെല്ലാവരും സിസ്റ്റത്തിൽ കയറി, കുട്ടികൾ മൊത്തം കയറി. സംഗതിയിൽ വന്നു ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ കേൾക്കാണ്. ഓരോ ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടാണ്. കാരണം ക്ലാസ്സിലേക്ക് പുലി വരുന്നത്, ആന വരുന്നത്,
അപ്പോൾ ടീച്ചർമാർ ഇതൊക്കെ നമ്മളെ ഇതൊക്കെ കൊണ്ട് നടക്കുമോ പറ്റും എന്നുള്ള എന്നുള്ളത്. സംഗതി. പക്ഷെ ഇതൊക്കെ തുടങ്ങുന്നതിന്റെ മുമ്പേ പണ്ട് ബൈജൂസിന്റെ ഒക്കെ സിസ്റ്റത്തിൽ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പ്രൈവറ്റ് സെക്ടറിൽ എപ്പോഴോ ഇംപ്രൂവ്ഡ് ആണ്. പക്ഷെ ആ സംഭവങ്ങൾ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ക്ലാസ് റൂമിൻ്റെ ഉള്ളത് വന്നപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. നമ്മളും ടീച്ചേഴ്സാണ്. ഞങ്ങൾ രണ്ടാൾക്കാർ ഈ പറഞ്ഞ BEd M.Ed ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് പഠിപ്പിച്ച ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെ നമ്മൾ പരിചയമുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഈവൻ എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, ഈ LP സ്കൂളിലൊരു ടീച്ചറായിരുന്നു. അമ്മക്ക് ഈ പറഞ്ഞ അത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലായിരുന്നു. പക്ഷെ അമ്മ 32 വർഷമായിട്ടൊരു സ്കൂളിലുള്ളതാണ്. അപ്പം കോവിഡിൻ്റെ ടൈമിൽ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന അവർ മനസ്സിലാക്കുന്ന അപ്പോഴാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ എപ്പോഴും ഉണ്ട്. അത് ഫില്ലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിക്കുലം ഇപ്പം നിലവിലുണ്ടോ എന്നുള്ള ചോദ്യം അതായിരുന്നല്ലോ. അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ള. അപ്ഡേഷൻ ഉണ്ട്, ബട്ട് ഉള്ളത് വളരെ സ്ലോ ആണ്, ഭയങ്കരമായിട്ട് സ്ലോ. അത് ക്യുക്കാക്കിയേ പറ്റുള്ളൂ. നമ്മൾ ഈ സ്റ്റിൽ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമ്മൾ എന്തെങ്കിലും ഡെവലപ്ഡ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നൊരു യങ് ജനറേഷനാണ് നമ്മളിത് അപ്ഡേഷൻ ആയാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാലത്തെങ്കിലും നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ ഡെവലപ്ഡിലേക്ക് മാറാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരുടെയും കരിക്കുലം ഹൈലി ഡെവലപ്ഡ് ആയി വരുന്നുണ്ട്, അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ മാറണമെങ്കിൽ കോവിഡ് ഒക്കെ വന്നാൽ ഇനി കോവിഡ് വരണ്ട, അല്ലാണ്ട് അങ്ങനെ കാലഘട്ടം വന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ടെങ്കിലും അറിയുന്നത്. ഇപ്പൊ ഈ സൂം എന്നോണ്ട്, പക്ഷെ ഈ സൂമിന്റെ ഡെവലപ്പർ പൈസക്കാരനായത് ഈ കോവിഡ് സമയത്താ. അങ്ങനെ ഇങ്ങനെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും പോലും ആർക്കും അല്ല നമ്മളൊക്കെ പോലും അറിയില്ല. തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ഈ സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. Zoom ഒക്കെ കേട്ടിട്ടുണ്ട്, അറിയില്ല. പക്ഷെ അതിനെ കുറിച്ച് വാദോരാതെ എഴുതിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്താണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഈ കോവിഡ് അറിഞ്ഞു തുടങ്ങിയത് ഈ കോവിഡ് വന്നതിന് ശേഷമാണ്. അന്നും ടീച്ചേഴ്സിന് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. കുറെ പേര് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. പക്ഷെ കുറെ പേര് അപ്പോഴും ആ ട്രഡീഷണൽ വേ. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ജോയിൻ ചെയ്ത സ്കൂളില് അന്ന് ഒന്ന് ലിങ്ക് ഇടാൻ പോലും ആർക്കും അറിയില്ലായിരുന്നു. അതിപ്പോ എനിക്കാണെങ്കിലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജെറിനെ വിളിച്ചിട്ടാണ് ചോദിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കാൻ റെഡിയാണ്. കുറെ ടീച്ചേഴ്സ് പഠിക്കാൻ റെഡിയാണ്. കുറെ ടീച്ചേഴ്സ് കേസ് മാത്രമല്ല, ഈ പാരന്റ്സ് സ്റ്റുഡൻസിനൊക്കെ ഉണ്ട് നമ്മൾ ഈ പറയുന്ന ഡിലേ. ഈ കൾച്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാ കൾച്ചറൽ ഇനേഷ്യ അല്ലേ എന്ന് പറയണത്. വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവര് വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സർ വന്നിട്ട് ലാപ്പ് മുന്നിൽ വെച്ചിട്ട്, മാഡം അത് തൊട്ട് പോലും ഇല്ല ലാപ്ടോപ്പ്, മാഡം ഇതിലൊന്ന് ആ സംഭവം അറിയില്ല. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിലെ 45 മിനിറ്റ്സിലെ ക്ലാസ് ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാഡം ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ചോ. അങ്ങനെയുള്ള ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാത്ത ടീച്ചേഴ്സും ഉണ്ട്. അതിനപ്പുറം അത് ആക്സെപ്റ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിനൊരു വേറെ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് മാറ്റാനുള്ള ഒരു ഇഷ്ടമുള്ള ടീച്ചേഴ്സും വേറെ. എന്തുകൊണ്ടല്ലാതെ ഇതൊരു സുഖമുള്ള ഫീൽഡാ സത്യം പറഞ്ഞാൽ. ടീച്ചിങ് എന്ന് പറഞ്ഞാല് നല്ല അടിപൊളി പരിപാടിയാണ്. പക്ഷെ അത് ആ കാലഘട്ടം മാറിയിട്ടുണ്ട്. ഞാൻ ഒരു ഈ പറഞ്ഞ 2 ഇയർ ഒരു BEd കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ടൈം പീരീഡാണ്. നല്ല സുഖമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ BEdന്റെ കാര്യമാണ് പറയുന്നത്, നോർമൽ ടീച്ചിങ് അല്ല. അപ്പോൾ നല്ല പീസ്ഫുൾ ആയിരുന്നു. വി ആർ വെരി ഫ്രീ. നമ്മുടെ ടൈം 2 hour 3 hour ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. ആ ടൈമിൽ നമ്മൾ പോകണു, ക്ലാസ് എടുക്കുന്നു, പോരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മേലിണക്കമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രത്തോളം ഉണ്ടല്ല. പക്ഷേ സംസാരിക്കാനും കണ്ടൻറ്റും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. പക്ഷേ അതിൽ എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സുഖത്തിലിരിക്കുകയാണ്, നല്ല സുഖത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് തട്ടി ഉണർത്തിയാൽ നമുക്ക് എണീക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ ഒരു ടീച്ചേഴ്സ് നല്ല സുഖത്തിൽ പോകുന്ന ഒരു ഫീൽഡിൽ പെട്ടെന്നൊരു അപ്ഡേഷൻ വേണമെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് ആർക്കാണെങ്കിലും അതിൽ അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇനേഷ്യ എന്നൊക്കെ പറയുന്ന സംഭവം, കൾച്ചറൽ ഇനേഷ്യ എന്നൊക്കെ പറഞ്ഞ സംഭവം അത് നിലവിലുണ്ട്. പക്ഷെ അത് ഫോഴ്സ്ഫുള്ളി നമുക്ക് ഈ പറഞ്ഞ പോലെ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും ഫോഴ്സ്ഫുള്ളി അത് മാറണമെന്ന് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറി. അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് സിസ്റ്റം എപ്പോഴും കോവിഡ് വരണമെന്നില്ല. ബട്ട് ഗവൺമെൻറ് അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഹാപ്പൻ. ഇതിലൊരു സംഗതിയായി, പിന്നെ ഈ കോവിഡിൻ്റെ മുമ്പാണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് BEdൻ്റെ. അപ്പോൾ എലക്ഷൻ ഡ്യൂട്ടി നമുക്ക് ചെയ്യുന്നത്, എലക്ഷൻ നടത്താനുള്ള ഡ്യൂട്ടി. അതന്നെ ഞങ്ങൾ പിന്നാലെ നടന്നാണ് എലക്ഷൻ തന്നെ വരുന്നത്. എലക്ഷൻ നടത്താനൊന്നും താല്പര്യമില്ല. ആരെങ്കിലും ഒരാളെ സ്കൂൾ എലക്ഷൻ ഓക്കെ സ്കൂൾ എലക്ഷന്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലുമൊക്കെ ഒരാളെ ക്ലാസ്സിൽ തിരഞ്ഞെടുത്ത് ഒരാളെ സ്കൂൾ ലീഡറാക്കിയാൽ തീർന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അപ്പോൾ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. ഒരു റിസ്ക്കും ഇല്ല. ആ സമയത്ത് പിന്നെ ഇവരെ തന്നെ ഗവൺമെൻറ് കീഴിൽ തന്നെ ഇലക്ഷൻ നടത്താനുള്ള ഒരു ആപ്പ് ഉണ്ട്. ഇവർക്ക് ആർക്കും അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്നാൽ മതി, ലാപ്ടോപ്പും തരും, നിങ്ങളത് പോയി ഒന്നുമില്ല അവിടെ നമ്മളപ്പോൾ ഒരാൾ ഇരുന്നേരും, ടീച്ചർ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇത് ഓരോരുത്തരെയും പോൾ ചെയ്യണം, പിന്നെ അത് എണ്ണണൊക്കെ പണിയാണ്. അങ്ങനെ ഞങ്ങൾ തലേന്ന് രാത്രി ഇരുന്നത് സെറ്റാക്കി. എല്ലാവരും ഇതൊന്നും അറിഞ്ഞില്ലടോ, ഒരു റിസ്ക്കും ഇല്ല. രാവിലെ വന്നപ്പോൾ ഇതൊന്നും ഓണാണില്ല, ഒക്കെ സെറ്റാക്കി പോയതാണ്. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരു സാറ് കടന്നു വന്ന്, അന്ന് ട്രാൻസ്ഫർ ആയ ഒരാൾ വന്ന്, അയാൾ പിന്നെ IT ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ മൂപ്പര് നമ്മളപ്പോൾ ഇരുന്ന് രാവിലെ 10 മണിക്ക് ഡിക്ലെയർ ചെയ്ത ഇലക്ഷൻ 11 മണിക്കാക്കി. കാരണം ഇത് റെഡി ആയില്ലല്ലോ. അങ്ങനെ മൂപ്പരെ കൂടി സഹായത്തോടുകൂടി ഈ സാധനം സെറ്റാക്കിയെന്ന് മാത്രമല്ല എല്ലാ ക്ലാസ്സിലും 1 മണിക്കൂർ കൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ്. അപ്പോൾ ടീച്ചർമാർ ഭയങ്കര ഇത്ര എളുപ്പമായിരുന്നു സംഗതി നമുക്ക് അറിയില്ല. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലേറെ ഉഷാറാക്കണം. കാരണം ഒറ്റ ക്ലിക്ക് ആക്കിയാൽ ആ ക്ലാസ്സിലെ റിസൾട്ട് ഇങ്ങോട്ട് വരികയാണ്. ആരാ ലീഡറിന്ന് എത്ര വോട്ടെന്ന് കറക്റ്റ്. മറ്റേത് ടീച്ചർമാർ ഇരുന്ന് എണ്ണണോ, അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ ടീച്ചർമാർ അത്യാവശ്യം കുറച്ചൊക്കെ ഏജുള്ള ആൾക്കാരാണ്, ഗവൺമെൻറ് സ്കൂളുകൾ അവിടെയുള്ള ടീച്ചേഴ്സാണ്. ഇവർ ഭയങ്കര ഹാപ്പി ഇങ്ങനൊരു സംഗതി ഇലക്ഷനും കുട്ടികളതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഗതി നടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സാധനം ഉണ്ട് എന്ന് അവർക്ക് അറിയട്ടല്ല. ചിലത് അവർക്കൊക്കെ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട്. വന്നോളും, കാരണം പുതിയ ജനറേഷൻസ് ഒക്കെ കയറിക്കൊണ്ടിരിക്കല്ലേ, ആൾക്കാർ ഇറങ്ങുന്നു, പുതിയ ആൾക്കാർ കയറുന്നു. അപ്പോൾ ആ അപ്ഡേഷന് ഈ പറഞ്ഞ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടൽ തീർച്ചയായും പ്രസന്റേഷൻ പോലും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കയറുമ്പോ ടീച്ചറെ എനിക്ക് യൂട്യൂബ് ഇട്ടാൽ മതി, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചോളാം, എനിക്ക് ബെറ്റർ ക്ലാസ്സസ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ കയറുന്ന നമുക്ക് ഒന്നുമില്ലാണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളില് നവോദയ അരുണാചൽ പ്രദേശിലാണ്, നഫ്ര കെലോങ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലാണ്. അപ്പൊ അവിടുത്തെ കുട്ടികൾ ട്രൈബ്സ് ആണ്, പക്ഷെ അവര് പോലും അപ്ഡേറ്റഡ് ആണ് ഈ യൂട്യൂബ്. അവര് ക്ലാസ് നല്ലതല്ലെങ്കിൽ പറയും ഇറങ്ങിപ്പോവും എന്ന് പറയും, വേറെ ഒന്നും പറയില്ല. പ്രത്യേകിച്ച് ട്രൈബ്സ് എന്ന് പറയുമ്പോൾ അവര് ഭയങ്കര വയലന്റ് നേച്ചറാണ്, ഒരു ജംഗ്ലി നേച്ചറാണ് അവർക്ക് നോർമലി. അപ്പോൾ അവർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ടീച്ചർമാര് പല സംസ്ഥാനത്ത് നിന്ന്, പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ടീച്ചർമാരായിരിക്കും. ഞാൻ കേരളത്തിൽ നിന്ന്, അതേപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്ന് വരുന്നവരുണ്ട്, UP നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ പലരുടെയും ലാംഗ്വേജ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സ്ലാങ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലവർ നന്നായിട്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കും, ചിലവർ ഹിന്ദിയിലായിരിക്കും ക്ലാസ് എടുക്കണത്. അപ്പൊ അവർക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് വേണമെന്ന് പറയും. അപ്പോൾ ഇവരെ നമ്മൾ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോ ടീച്ചറുടെ ഇംഗ്ലീഷ് ശരിയല്ല, ഒറ്റയ്ക്ക് പറയും ടീച്ചറുടെ ഇംഗ്ലീഷ് ശരിയല്ല, യൂട്യൂബില് ഇന്ന ആളുടെ ഇന്ന ക്ലാസ് ഇട്ടെന്നാ മതി. അപ്പൊ കുട്ടികൾക്ക് അതാണ് വേണ്ടത്. ഇനിയിപ്പോ കുറച്ചു കാലം കൂടി കഴിയുമ്പോ എന്തായിരിക്കും ഈ ടീച്ചേഴ്സിന്റെ അവസ്ഥ? അല്ലെങ്കിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ നമ്മള് ചെറുതായി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടെ. ഇവർക്ക് ഇന്നത് വേണം. അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഈ ഒരു 45 മിനിറ്റ്സ് നിൽക്കണമെങ്കിൽ നമ്മളും അതിനനുസരിച്ച് നമ്മള് പലതും ചോദിച്ച് പഠിക്കും. അത് പഠിക്കാത്ത സാർമാർക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. 45 മിനിറ്റ് ആ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു. എനിക്ക് തോന്നുന്നത് ഈ ചെറിയ ക്ലാസ്സിനെക്കാട്ടി പ്രയാസം ഹയർ ലെവലിലേക്ക് വരുമ്പോഴാണ്. കാരണം ക്ലാസ് 9 to 12 ശ്രദ്ധിക്കില്ല അവര്, ക്ലാസ് ശ്രദ്ധിക്കില്ല. അത് അവർക്ക് ബെറ്റർ ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. അതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അവരെല്ലാം നേരിട്ട് പറയും. നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കും, സഹിച്ചോടിച്ചിരിക്കും ഇല്ലേ? പക്ഷെ ഇവര് ആദ്യമൊക്കെ എങ്ങനെ ക്ലാസ് ബോറാണെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ബാക്കിൽ നിന്ന് 2 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് വർക്കൗട്ട് ആണില്ല എന്ന് മനസ്സിലാവും നമുക്ക്. ഇപ്പോൾ നമ്മളോട് തന്നെ പറയും സാർ അത് മനസ്സിലാണില്ല, അല്ലെങ്കിൽ ഈ ടീച്ചറെ മാറ്റണം എന്ന് പക്ഷെ ടീച്ചേഴ്സിന്. പക്ഷെ കുട്ടികൾ അങ്ങനെ പറയണത് എപ്പോഴും നല്ലതാണ്. കുട്ടികൾ പറയണം, എന്നാലേ മാറ്റം ഉണ്ടാവുള്ളൂ. ഈ ഹയർ ക്ലാസ്സിലേക്ക് എനിക്ക് തോന്നണേ ഈ സബ്ജക്റ്റുകളൊന്നും പഠിക്കാൻ അവിടെ കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ കണ്ടന്റും യൂട്യൂബിൽ അവൈലബിളാണ്. നമ്മളെക്കാളും ബെറ്ററായിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ് അവിടെ കിട്ടാണ്ട് പിന്നെ ഇപ്പം നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്നതിൻ്റെ അർത്ഥമല്ലല്ലോ.
ആ ടീച്ചർ അപ്ഡേറ്റ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ടീച്ചർ ക്ലാസ് അല്ലാത്ത കുട്ടികളെ വേറെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക്, അതായത് കുട്ടികളെ ഒരു കൾച്ചറലി ഒന്നും കൂടി പൊക്കിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വരാൻ പറ്റും. ഒരു മെൻഡർ എന്നുള്ള രീതിയിൽ ഇപ്പം ടീച്ചർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെ സബ്ജക്റ്റ് ഓറിയൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ഒരു കുട്ടീൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റില്ല, നിലവിൽ പറ്റില്ല. ഇപ്പൊ ഓവറോൾ ഒരു ഡെവലപ്മെന്റ് ഒരു കുട്ടിയുടെ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ആ കുട്ടി നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. തീർച്ചയായും. അല്ലാത്തൊരു കാര്യമാണെങ്കിൽ അവർക്കെല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ പക്ഷെ ഇതിന് വലിയൊരു പോരായ്മ ഈ പറഞ്ഞത് ലാബിൻ്റെ ഒരു സിസ്റ്റം. ഇപ്പോൾ സയൻസ് കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ലാബിൻ്റെ കാര്യങ്ങൾ കുറേ ഓൺലൈൻ ആപ്പുകളുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് എന്താ NA എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, NA+ എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്, CL- എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോൾ NaCl ഉപ്പ് ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഫെറ്റിൻ്റെ ആപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ബൈ ഹാൻഡ് ചെയ്യുന്നതിനൊരു എഫക്റ്റ് ഉണ്ട് എപ്പോഴും, അതെപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ബൈ ഹാൻഡ് ചെയ്യുന്നതിനൊരു എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ സോൾട്ട് അനാലിസിസ് ഒക്കെ ആയിരുന്നു നമ്മൾ +2 ഇപ്പോഴും അതുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? അതാണ് ഒരു അപ്ഡേഷനും അതിനകത്തില്ല എന്നുള്ളത്. ഞങ്ങൾ 2012 ഞാൻ 12 ഇദ്ദേഹം 11 +2 കഴിഞ്ഞവരാണ്. അപ്പം അന്നുള്ള സോൾട്ട് അനാലിസിസ് ഒക്കെ ഇപ്പോഴും ഈ 2024 അല്ലേ 12 വർഷമായി, 12 വർഷത്തിന് ശേഷം ഒരു മാറ്റമില്ല. അപ്പം നമ്മളിത് ആരെ ക്രിട്ടിസൈസ് ചെയ്യൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് കമ്പൾസറി. കാരണം ജനറേഷൻസ് മാറുന്ന ഹൈലി അപ്ഡേറ്റഡ് ആയി വരുന്ന ഒരു ജനറേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അത്രത്തോളം അപ്ഡേറ്റഡ് ആവാത്തൊരു കരിക്കുലവും എഡ്യൂക്കേഷൻ സിസ്റ്റവും മെത്തഡോളജി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഡിലേ ഭയങ്കരമായിരിക്കും, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ഓൺലൈനാണെങ്കിലും ഓൺലൈനിൽ, ഓഫ്ലൈനാണെങ്കിലും ഓഫ്ലൈനിൽ, ബട്ട് ചേഞ്ച് ഷുഡ് ബി ദർ, നിർബന്ധമാണ്. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്താണെങ്കിലും അത് മനസ്സിലാക്കി പഠിക്കണം. എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ട്. ഇപ്പം ചില ആൾക്കാരൊക്കെ ഒരു സംഗതി അറിയാത്തൊരു കാര്യം ചോദിക്കണേൽ എനിക്ക് മടിയില്ല കേട്ടോ. എന്താണെങ്കിലും ഒരു സംഗതി ഇപ്പം എന്തോ ഒരു സാധനം ഞാൻ ചെയ്യുന്ന കണ്ടു, ഇപ്പം എനിക്കറിയില്ല. ചിലപ്പം സമയത്ത് ചില ആൾക്കാർക്ക് ഞാൻ കുറച്ച് വലിയ ആളാണ്, എനിക്കിപ്പോൾ ഞാൻ ഇപ്പം എങ്ങനെ ചോദിക്കാമെന്നുള്ള. പക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പഠിച്ച സ്ഥാപനത്തിലെ സാറ്. വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ, ചെറിയ കാര്യം, ചിലപ്പോൾ ചെറിയ എന്താ ഇപ്പോൾ ഒരു ടാപ്പാണെങ്കിൽ പോലും അതെങ്ങനെ അവിടെ ചുറ്റിയത്, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ചോദിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഫെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു സംഗതിയിൽ. ഞാൻ കുറച്ചൊക്കെ ഒരു അപ്ഡേറ്റഡ് ആണെന്ന് എൻ്റെ വിചാരം. പക്ഷെ എനിക്കറിയില്ല. ഇനി ഞാൻ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, ഇത് വെച്ചിട്ട് റിയാക്ഷൻസ് ഒക്കെ പഠിപ്പിക്കാൻ ഈസിയാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാനാ മനസ്സിലാക്കണേ. ഞാൻ മനസ്സിലാക്കിയ കാര്യം എനിക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തതാണ്. ആ സംഗതി ഇങ്ങനൊരു സംഗതി നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ബാക്കിയുള്ള ആൾക്കാർ കൂടി പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ്. അപ്പം ഏകദേശം ഞാൻ എൻ്റെ ഫീൽഡ് ടീച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാർക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പോലും ഞാൻ എന്ത് ചെയ്യലുണ്ട്, അത് ഉപയോഗിക്കലുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയൊക്കെ ഈസി ആയിട്ട് കുട്ടിക്ക് ഓൺലൈൻ ടീച്ചിങ്ങിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്സിൻ്റെ കുറച്ച് ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഫ്രീ ആപ്ലിക്കേഷൻ, ഫ്രീ ആപ്ലിക്കേഷൻ, ഓപ്പൺ ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലാനുള്ള സമയമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കണ്ട എന്നുള്ള വേനത് നമ്മളൊരു പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ സാധനം അങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ ആ സ്ലൈഡ് കൊല്ലങ്ങളോളം ചിലപ്പോൾ ഓടും. ഇപ്പം നമ്മളെ തന്നെ ക്ലാസ് എടുക്കുമ്പം, ഇപ്പം ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആവശ്യമുള്ള സംഗതി ആ കുട്ടി ഇങ്ങോട്ട് ചോദിക്കും. അതെ അതെ അതെ. അപ്പം എന്ത് ചെയ്യും, നമ്മളൊന്നും കൂടി പ്രിപ്പയർ ആയി പോകും. അടുത്ത ക്ലാസ്സിൽ കയറാൻ നമുക്കൊരു പേടി ഉണ്ടാവും. ആ കുട്ടി ഇന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കണത്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ തീർച്ചയായും പഠിച്ച് പോകണം. ഇപ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ ഒരു എൻ്റെ ക്ലാസ് റൂമാണ് നല്ല സുഖം. ഒരു പ്രോബ്ലം കൊടുത്താൽ കുറേ സമയം നമുക്ക് വെറുതെക്കാം. കാരണം ഒരുത്തം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ആ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് തീർക്കാൻ പറ്റില്ല. അവസാനത്തം ചെയ്ത് വരുമ്പോൾ അത്രയും സമയമാവും. പക്ഷെ എനിക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് എടുത്ത് ഞാൻ ആ കുട്ടിക്ക് ക്വസ്റ്റ്യൻ കൊടുക്കുന്ന കുട്ടി ഉത്തരം പറയണേ. ഞാൻ 5 ക്വസ്റ്റ്യൻ പോയാൽ ചിലപ്പോൾ 5 മിനിറ്റ് ഉണ്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ കൊടുക്കാൻ നിൽക്കുക കുട്ടി ഉത്തരം തരാൻ. പിന്നെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പം നമ്മൾ അപ്ഡേറ്റഡ് അല്ലാതെ പോയാൽ ഉള്ളൊരു പ്രശ്നമാണ്. ഒരു ഗവൺമെൻറ് സ്റ്റാഫ്, ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണോ വരിക, അതോ ഇങ്ങനെ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും?
അത് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. നമ്മളെങ്ങനെ നമുക്ക് എന്ത് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മള് ഇപ്പം ഞാൻ നന്നായിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് അതിന് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു CBSE സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് CBSE സ്കൂൾ നോക്കുമ്പോൾ അതിന് കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മുകളിൽ നിന്ന് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കുറേ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇന്ന പോലെയാണ് പാരൻസിന് വേണ്ടത്, ഇന്നതേ പഠിപ്പിക്കാവൂ. ഇപ്പോൾ ആപ്പിൾ എന്നൊരു ക്ലാസ്സിൽ 4 ഡിവിഷൻ ഉണ്ട്. ആപ്പിൾ എന്നൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ A ഡിവിഷനിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ ആപ്പിൾ തന്നെ B ഡിവിഷനിൽ പഠിപ്പിക്കണം. ഓറഞ്ച് പഠിപ്പിച്ച പ്രശ്നമായി. അങ്ങനെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേപോലെ പക്ഷേ അതൊരു ഗവൺമെൻറ്, ഇപ്പം ഞാനൊരു ഗവൺമെൻറ് സ്റ്റാഫാണ്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. പക്ഷേ അതൊരു ഗവൺമെൻറ് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പേഴ്സണൽ ഫ്രീഡം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആരും നമ്മുടെ ക്ലാസ്സിൽ കയറി ഇൻ്റർഫിയർ ചെയ്യില്ല. അത് ഒന്ന്. ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു ഇതുണ്ട്. നമ്മളെ ആരും മോണിറ്റർ ചെയ്യില്ല. അപ്പോൾ ഇപ്പൊ ഇവിടുത്തെ ഒരുപാട് ഇപ്പൊ കേരളത്തിലുള്ള ഒരുപാട് CBSE സ്കൂളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാമറ വെച്ചിട്ടുണ്ടാവും ക്ലാസ് റൂമിൽ. മിക്ക CBSE സ്കൂളും ക്യാമറ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ക്യാമറ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് പറയാനുള്ള കാര്യങ്ങളും കുട്ടികളായിട്ട് ഒരു ഇന്ററാക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടാണ് പറയാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത് കുട്ടികളുടെ ഡെവലപ്മെന്റിനെയും അതേപോലെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. കുട്ടികൾ നമ്മളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരാളിരുന്ന് മോണിറ്റർ ചെയ്യുക ഉള്ള രീതിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു പിടുത്തം വരും പറയുന്ന സമയം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും ആ ജോബ് ആസ്വദിച്ച് ചെയ്യണ ഒരാളാണോ? ടീച്ചിങ് എന്നുള്ള ജോബ്, ടീച്ചിങ് എന്ന ജോബിലേക്ക് ഒരിക്കലും വരാൻ ആഗ്രഹിച്ചു വന്നതല്ല ഞാൻ. എനിക്ക് അങ്ങനെ വലിയൊരു എയിം ഒന്നും എന്തായിരുന്നു ഞങ്ങളുടെ എയിം? എന്തായിരുന്നു കാരണം ഞങ്ങൾ ഒരുമിച്ച് M.Ed ചെയ്തതാണ്. മീൻസ് എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പം അറിയണല്ലോ M.Edനും കൂടി വന്നിട്ട് ടീച്ചിങ് അല്ലായിരുന്നു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഒന്ന് പറയുമോ? M.Edന് വന്നപ്പോൾ അങ്ങനെ ഒരു ടീച്ചിങ് ആണ്. അപ്പോഴേക്ക് ആ ഒരു സമയത്ത് എത്തിയപ്പോഴേക്കൊക്കെ ഒരു ഫോക്കസ് വന്നിരുന്നു ലൈഫിന് ഇന്നത് വേണം എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്. 10th കഴിഞ്ഞിട്ട് എനിക്ക് സയൻസിൽ പോകണം, കൊമേഴ്സിന് പോകണം, IAS, ഇത് ഇന്ന കോമ്പറ്റേറ്റീവ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6th 7th തൊട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. അത് വളരെ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളല്ലോ, വളരെ കുറഞ്ഞ ആളുകളെ എപ്പോഴും അത്ര ഫോക്കസ്ഡ് ആയിട്ട് പോകണുള്ളൂ. BScന്റെ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അരീക്കോട് ഒരു കോളേജിൽ ഒരു ടോക്കിന് പോയിരുന്നു. അപ്പോൾ അവിടെ BSc ഫിസിക്സിലെ കുട്ടികളായിരുന്നു ആ ടോക്കൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരോട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കും, വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അപ്പോൾ അവർ തേർഡ് ഇയർ എൻഡിലേക്ക് നിൽക്കുന്ന കുട്ടികളാണ് കൂടുതൽ. അപ്പോൾ തേർഡ് ഇയർ എൻഡിലാകുമ്പോൾ അപ്പോഴാണ് അവർ ചിന്തിക്കണേ എന്താ നെക്സ്റ്റ്, BSc കഴിഞ്ഞല്ലോ എന്നാൽ പിന്നെ MSc എടുക്കാം. അതാണ് മെൻറ്റാലിറ്റി. അപ്പം സെക്കൻഡ് ഇയർ കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് ഇനി ഒരു 2 സെമസ്റ്ററും കൂടി ഇല്ലേ എന്നിട്ട് ആലോചിക്കാം എന്നുള്ളതേ ചിന്തിക്കണുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾ ആലോചിക്കണില്ല. ഈ ചിന്ത പറഞ്ഞ കേസിലുള്ള വെൽ പ്ലാൻഡ് ആയിട്ട് 6th ലും 7th ലും തന്നെ എനിക്ക് സിവിൽസിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് IIT ഖരഗ്പൂരിൽ അഡ്മിഷൻ കിട്ടണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കുറവാണ്. അതും പക്ഷെ എത്രത്തോളം കുട്ടികളുടെ ഇൻട്രസ്റ്റ് അവിടെ മാനിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് മാതൃഭൂമിയിലൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. കോട്ട, നമ്മുടെ രാജസ്ഥാൻ കോട്ടയിലും അങ്ങനത്തെ മറ്റേ എഡ്യൂക്കേഷണൽ ഹബ്ബുകൾ എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളെ ഇവിടെയൊക്കെ നടക്കുന്ന സൂയിസൈഡ്സിൻ്റെ എണ്ണം എത്രത്തോളമാണെന്ന് എന്നുള്ളത്. അപ്പം അവിടെയൊക്കെയാണ്, ഈ കോട്ടയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ കഴിയുമ്പോഴേ കുട്ടികൾ അവിടെ കൊണ്ടുപോയി വിടുന്നു. +2 കഴിഞ്ഞിട്ട് സിവിൽസിൻ്റെ കോച്ചിങ് എല്ലാ സാധനങ്ങളും അവിടെയാണ്. കാരണം വെൽ പ്ലാൻഡ് ആയിട്ട് കുട്ടീനെ പാരൻ്റ് അവിടെ കൊണ്ടുപോയി ഇടുകയാണ്. ഇന്ന പ്രൊഡക്റ്റായിട്ട് എനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയി വിടുന്നത്. അവിടെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് മാനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയൊരു കാറ്റഗറി അതാണ്. പക്ഷെ അപ്പോൾ അവിടെ കൊച്ചിൻ്റെ ഒരു ഇൻട്രസ്റ്റും താല്പര്യങ്ങളൊക്കെ അവിടെ നിൽക്കുക. അതുകൊണ്ടാണ് ഇത്രത്തോളം സൂയിസൈഡ്. അവിടെ നിന്നൊക്കെ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? വളരെ കുറച്ച്. 1000 കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 2 ആൾക്കാരത് റിപ്പോർട്ട് ചെയ്യും.
നമ്മുടെ ഇന്ത്യൻ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന IIT-ലും IIM-ലും IISc-യിലൊക്കെ തന്നെ എത്രമാത്രം ഈ പറഞ്ഞ സൂയിസൈഡ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള ഫാക്ട് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ അറിയാം. ഈവൻ പിന്നെ ഇത് ഒന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്ത കാരണം അതെടുക്കുമ്പോൾ കുട്ടികളുടെ ഒരു മെന്റാലിറ്റി വളരെ വ്യത്യാസമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആദ്യം നവോദയ ബെല്ലാരിയിലായിരുന്നു. കുട്ടികൾ എന്ന് പറയണത് വളരെ ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഈ ആട്ടിടയന്മാരുടെ ഒക്കെ മക്കള് ആണ് കൂടുതൽ അവിടേക്ക്. ഇപ്പൊ നവോദയ അറിയാലോ നിങ്ങൾക്ക്, 6ാം ക്ലാസ്സിൽ ആ കുട്ടീനെ എൻട്രൻസ് എഴുതിയിട്ട് 6ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. 12th വരെ അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, എല്ലാ സാധനങ്ങളും ഫ്രീ ആണ്. പഠിക്കാനുള്ള നോട്ട്ബുക്ക്, പേന, പെൻസിൽ എല്ലാം വേണോ കുട്ടിക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ് എഡ്യൂക്കേഷൻ. ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ നവോദയ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഭയങ്കര ഇന്റീരിയർ ആയിട്ടുള്ള നമുക്ക് ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ നവോദയ ഉള്ളത്. അല്ല, അത് ഈ നവോദയ സ്കൂളുകളുടെ ഇംപ്ലിമെന്റേഷൻ തന്നെ അതായിരുന്നല്ലോ അല്ലെ ഏറ്റവും. പക്ഷെ നമ്മളെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഇങ്ങനെ സംഗതി തന്നെ അറിയാത്തതുണ്ട്. ഇപ്പോ ഞാൻ തന്നെ അറിയണേ നവോദയന്റെ അന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ഞങ്ങളവിടെ വേറെ സ്കൂളുണ്ടായിരുന്നു, അവിടെ എൻട്രൻസ് നമ്മൾ നോക്കിനി. ഈ നവോദയം KV ഒന്നും നമ്മൾക്ക് അന്ന് അറിയാനല്ല. ഇപ്പം ഞങ്ങൾ ഇപ്പം BEdന് പഠിച്ച സമയത്തോ MEdന് പഠിച്ച സമയത്തോ ആണ് ഞാൻ KVയിലാണ് പഠിച്ചത്. KVയിലല്ലേ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു അഭിമാനമാണ്. പക്ഷെ നവോദയ KV എന്ന് പറയുമ്പോൾ രണ്ടും ഡിഫറെന്റ് ആണ്. ഓർഗനൈസേഷൻ ആണ്. നവോദയ റെസിഡൻഷ്യൽ ആണ്. വളരെ വ്യത്യാസമുണ്ട് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറയാൻ സിസ്റ്റർ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം, പക്ഷെ വളരെ വ്യത്യാസമുണ്ട്. കാരണം നവോദയയിൽ എത്തിപ്പെടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികളാണ്. ശരിക്കും പുറത്തുള്ള ആൾക്കാർ ഒന്നും കൂടി അവെയറാ തോന്നുന്നില്ലേ നമ്മുടെ കേരളത്തിലെ പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് പ്രൊമോട്ട് ചെയ്യണു, ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നു. നവോദയയിൽ ഇങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു വരുന്നതാണ് ഇപ്പൊ പുറമേ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഓരോ ജില്ലയില് ഓരോ സ്കൂളുകളില്ലേ? ഇത് എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഓരോ നവോദയ ഉണ്ടോ? കേരളത്തിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് എഫോർഡ് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷൻ പാരന്റ്സിന് കുട്ടികളുടെ. അപ്പോൾ ഇവിടെ കേരളത്തിൽ കുറവാണ്. പക്ഷെ മഹാരാഷ്ട്ര, കർണാടക എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, ആന്ധ്ര, ഇവിടെയൊക്കെ വളരെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഗ്രാമങ്ങള്, പക്ക ഗ്രാമങ്ങൾ. പക്ഷെ ഇത് അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുണ്ടാക്കിയാണ്, പഠിക്കാൻ പ്രയാസമുള്ള ആളെ ഉദ്ദേശിച്ച്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് പഠിക്കണത് ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ മക്കളെയൊക്കെ ഇവിടെ പഠിക്കണം. പൈസയുള്ള അത് ഓരോ സ്ഥലം അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ ഈ ബെല്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ തീരെ ഇല്ലാത്ത വീട്ടിലെ കുട്ടികളാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ സ്കൂളിൽ പഠിച്ച് ഒരു 12th പാസ്സായി പിന്നെ ഒരു എയിം വരെയാണ് അവർക്ക്. അങ്ങനെ അവര് പാർട്ട് ടൈം ജോലിയൊക്കെ എടുത്ത് പിന്നെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് കുട്ടികൾ നല്ല ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് JNV നവോദയ പാൽഗർ എന്ന് പറഞ്ഞ സ്ഥലം. അതായത് മുംബൈയിൽ നിന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സ് മണിക്കൂറുണ്ട്, 2-3 മണിക്കൂർ ട്രാവൽ. അതായത് മുംബൈയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. അതും കുറച്ചൊരു ട്രൈബൽ ഏരിയയിലാണ് ഈ പാൽഗർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഫിഷർമെൻ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള കുട്ടികളും പിന്നെ കുറച്ച് ട്രൈബ്സും, അങ്ങനെ ഒരു ക്ലാസ്സിൽ 2 എക്സ്ട്രീമാണ്. നല്ല ഫാമിലി എന്നുള്ള ആൾക്കാരും ഒന്ന് തീരെ ഇല്ലാത്ത കുട്ടികളും. പക്ഷെ അവര് ഈ ട്രൈബ്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു അവർക്ക് ക്യാച്ച് ചെയ്യാനുള്ള, എനിക്ക് മിക്ക ടീച്ചേഴ്സിനും ഫീൽ ആയിട്ടുണ്ട്, ഇതൊരു ജസ്റ്റ് മോശമാക്കാൻ പറയുന്നതല്ല, അവർക്ക് കുറച്ച് ക്യാച്ചിങ് പവർ കുറവായിരിക്കും. മേ ബി അവരുടെ സാഹചര്യം ആയിരിക്കും, അതിന് അവർ വളർന്ന സാഹചര്യം ആയിരിക്കും. കുറച്ച് ഇങ്ങനെ ഒരു ലാഗ് വരും, നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക് കിട്ടാത്തതുകൊണ്ടാവാം. പിന്നെ ഇവർ 6ാം ക്ലാസ്സിലേക്കാണല്ലോ വരുന്നത്. അപ്പൊ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല. അന്ന് അവിടെ മഹാരാഷ്ട്ര മറാഠിയാണല്ലോ ലാംഗ്വേജ്. അപ്പോ ഇവർക്ക് ഹിന്ദി അറിയില്ല, പിന്നെ മറാഠി മീഡിയം സിലബസിലേക്കല്ലേ പിന്നെ മറാഠി മീഡിയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ഈ 6ാം ക്ലാസ്സിലിരിക്കുമ്പോൾ ഇവർക്ക് തീരെ മനസ്സിലാവില്ല ഒന്നും. ഇപ്പൊ ടീച്ചേഴ്സ് പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്, അവർക്ക് മറാഠി അറിയില്ല. അപ്പൊ ഇവര് ഈ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു പിന്നെ 1 കൊല്ലം 2 കൊല്ലം എടുക്കും കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാക്കി പിടിച്ചു വരാൻ വേണ്ടിയിട്ട്.
പക്ഷെ അവരത് പിന്നീട് അത് ഗ്രാസ്പ് ചെയ്ത് അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും ഒരു 10th 12th ഒക്കെ ആവുമ്പോൾ. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യണതെന്ന് പറയണത് നവോദയ നഫ്ര എന്ന് പറഞ്ഞ സ്ഥലം, അത് അരുണാചൽ പ്രദേശിൽ. അതൊരു മലയുടെ ഇടയിലുള്ളൊരു സ്ഥലമാണ്. ആ സ്കൂൾ മാത്രമേ ഉള്ളൂ. എക്സ്ട്രീം ഹാർഡ് ഏരിയ ആണ്, വെരി ഹാർഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഹോട്ട്സ്പോട്ട് റീജിയൻ ആണ്. ഇങ്ങനെ സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വെരി ഹാർഡ് എന്ന് പറയുന്ന ആ സോണിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ എന്ന് പറയണത് വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കൽ തന്നെ കുറവാണ്. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ട് എന്തിനാ ടീച്ചറാ പഠിക്കണേ? ടീച്ചേഴ്സ് ശ്രമിക്കുന്നുണ്ട് കൊണ്ടുവരാൻ. ഇവര് ഈ മല കയറി കാട് കയറി നടക്കുന്നവരായോണ്ട് ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഭയങ്കരമായിട്ടുണ്ടായിരിക്കും അല്ലേ? ശരിക്കും ഈ സ്കൂളിലെ ഫെസിലിറ്റീസും സംഗതികളൊക്കെ എല്ലാം സെയിം ആണ്. എല്ലാ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവർക്ക് റെസിഡൻഷ്യൽ ആകുമ്പോൾ ഹോസ്റ്റലൊക്കെ ഹോസ്റ്റൽ ഉണ്ട്. എല്ലാം ഐ മീൻ വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള സിസ്റ്റം ആണോ ഉള്ളത്, അതോ ഫുഡ് കാര്യങ്ങള് എല്ലാം ഉണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തെ കുട്ടികളുടെ മെന്റാലിറ്റി അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിരിക്കും. ഒരു കാര്യം അതിനകത്തുള്ളതേ, ഇപ്പം കേരളത്തിൽ നമുക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട്, അല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, എക്കണോമിക് സിസ്റ്റം ആയിക്കോട്ടെ, സോഷ്യൽ സിസ്റ്റം ആയിക്കോട്ടെ, ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടുന്ന് നവോദയയിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ നല്ല ബ്രെയിൻ ഉള്ള ഒരുത്തനായിരിക്കും, മീൻസ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരുത്തനാണ്. അപ്പം അവന് അത്ര ലെവലിലുള്ള കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു സ്കൂൾ എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ നവോദയനെ അപ്രോച്ച് ചെയ്യണത്. ബട്ട് ചിന്ത ഇപ്പോൾ പറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് സ്കൂളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം. ഇത് രണ്ടും നല്ല മാറ്റം ഉണ്ടല്ലോ. അവിടെ എൻട്രൻസ് എക്സാം ചെയ്തിട്ടുണ്ടല്ലോ കുട്ടികൾ ജോയിൻ ചെയ്യുന്നത്. സീറ്റൊക്കെ ഫുള്ളാണ്, പക്ഷേ പോപ്പുലേഷൻ കുറവാണ്. അപ്പൊ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ഡിസ്ട്രിക്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേര് പക്ഷെ നമ്മളെവിടെയും അറിയണോല് മാത്രമേ എക്സാം ചെയ്തിട്ടുള്ളൂ. അല്ല, ഭൂരിപക്ഷം ആൾക്കാരും നമ്മളെ മലപ്പുറം റീജിയൻ അങ്ങോട്ടും നിന്റെ അറിയില്ല അങ്ങനെ വലിയൊരു അങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാൻ എഴുതാൻ പോയ സമയത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടേനെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നീ അറിയാത്തതാവും മിക്കവാറും. ഈ കോച്ചിങ് ഉണ്ട് നവോദയന്റെ. ഞാനും ഉണ്ടായില്ലേ. അപ്പൊ ഞാനൊക്കെ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷെ ഈ കോച്ചിങ്ങിന് പറയുന്നത് എന്താ ഈ മെന്റൽ എബിലിറ്റി, മാത്സ് ബേസിക് ഞാൻ എനിക്ക് നവോദയ കിട്ടിയില്ല. പക്ഷേ നവോദയത്തിലെ ടീച്ചർ എന്താ പറയാ, പ്രിൻസിപ്പൽ ഇൻ ചാർജ് ആണ് ആ സ്കൂളിന്റെ. പിന്നെന്താ, അപ്പോ പക്ഷെ ഓരോ റീജിയൻ അനുസരിച്ച് നവോദയ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഈ നഫ്രയില് ഇപ്പൊ വർക്ക് ചെയ്യുന്ന നവോദയ നഫ്ര വെസ്റ്റ് കാമേങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് ആണ് അരുണാചൽ പ്രദേശിലെ. അവിടെ ആദ്യം ചെന്നപ്പോ പിന്നെ ഇവിടേക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിംഗ് കുറവായിരിക്കും. ടീച്ചർമാരൊക്കെ പോസ്റ്റ് ചെയ്യില്ല. കാരണം ആരും ഇത്ര വെരി ഹാർഡ് ഏരിയയിലൊന്നും വന്ന് വർക്ക് ചെയ്യാൻ ഒരിക്കലും റെഡി ആവില്ല. ഈ ചിന്ത എന്തായിരുന്നു അവിടെ പെർമനന്റ് ആയിട്ട് കയറാനുള്ള പ്രചോദനം? ആരും അങ്ങനെയാണ് അല്ല, അങ്ങനെ അവിടെ ഈ ഇങ്ങനെയുള്ള റീജിയൻ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ടീച്ചേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് എന്തോ ഉണ്ടോ? 2 റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, കോൺട്രാക്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ആണ് അതിന് അപ്ലൈ ചെയ്യുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സ്ഥലം. വർക്ക് ചെയ്യാൻ കൺവീനിയൻസ് ഉള്ള സ്ഥലമുണ്ട് അവിടെ. ആസാം, സിക്കിം, സൗത്ത് സിക്കിം ഒക്കെ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ്. മേഘാലയയിലെ കുറച്ച് സ്ഥലങ്ങൾ. പക്ഷെ സ്ഥലം പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ട്രൈബിനെ നമ്മൾ ഡീൽ ചെയ്യണതിന് അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് മാത്രം. അത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പോയ സമയത്ത് ആരുമില്ല ക്ലാസ്സിൽ. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു 10-15 കുട്ടികൾ വന്നിരിക്കുന്നുണ്ട്. അതും കുറച്ച് കുട്ടികൾ ഉറങ്ങിണ്ടാടിയുണ്ട്, കുറച്ച് കുട്ടികൾ പുറത്ത് ജനലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. സയൻസ് ടീച്ചർ ഘോരഘോരമായി ക്ലാസ് 2-3 കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കുട്ടി എനിട്ടെന്ന് മറ്റേ കുട്ടിയുടെ മുടി അപ്പൊ ഞാനിതിങ്ങനെ എല്ലാ ക്ലാസ്സും ഇങ്ങനെ നടന്നു നോക്കിയപ്പോ ഇതെന്താ സംഭവം, ഇതൊന്നും പിടുത്തം കിട്ടില്ല. ഇതേപോലെ ഒരു സ്കൂൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരെങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുവരാന്നുള്ളത്, ക്ലാസ്സിലേക്ക് അവിടെ ഇവിടെയൊക്കെ കിടന്ന് നടക്കുന്നുണ്ട് കുട്ടികൾ, ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായിരുന്നു ഒരു 2-3 മാസത്തോളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് ആദ്യം പിന്നെ അവരുടെ പാരന്റ്സിനെ വിളിച്ച്, അവർക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, തക്കാളി കൃഷി നടത്തുന്ന തക്കാളി തോട്ടത്തിൽ നിന്നും ഈ കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ കയറി വരും. ചുറ്റുപാടുള്ള കുട്ടികൾ തന്നെയാണോ അധികം? അതെ, ആ ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികൾ കയറി വന്നിട്ട് ചോദിക്കും, എന്താ മാം, എന്താ പ്രശ്നം,
അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇത്ര മാർക്കാണ്, ജയിച്ചിട്ടില്ല, ക്ലാസ്സിൽ വരുന്നില്ല, അതിനിപ്പോൾ എന്താ? അപ്പോൾ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പഠിക്കാനാണല്ലോ ഇവിടെ കൊണ്ടാക്കിയത്, അപ്പോൾ ക്ലാസ്സിൽ വരണമല്ലോ, അത് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരൻസും ഉണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ അവർക്ക് ഇപ്പൊ അവര് നിങ്ങളുടെ കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആക്കിയോണ്ട് അങ്ങനെ ആയപ്പോ അവര് ശ്രദ്ധിക്കാൻ തുടങ്ങി പാരന്റ്സ്. ഓ, ഞങ്ങളുടെ കുട്ടി പഠിച്ച് നന്നായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണമുണ്ട്. ചിന്തപ്പത്രയായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 year. 1 year. ആദ്യം വന്ന സമയം ഇപ്പം തമ്മില് നല്ല മാറ്റമുണ്ട്. വെരി ഗുഡ്. ഒരു റെവല്യൂഷൻ എഫേർട്ട് ആണെന്ന് തന്നെ പറയാം. ഗ്രേറ്റ്. അവരെ പോയി പിടിച്ചെടുത്തിട്ട് വന്ന് കുട്ടികളെ ക്ലാസ്സിലിരുത്തി. പിന്നെ അതൊരു അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല, ഒരു അവസരങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ്. ഒരു മലയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ഗ്രാമം, ചെറിയ ഗ്രാമം. അവര് പുറത്തൊരു ലോകം കണ്ടിട്ടില്ല, മലേനപ്പുറം ഒന്നും കണ്ടിട്ടില്ല അവര്. അപ്പൊ അവരോട് പറയുമ്പോ അവർക്ക് ചിലതൊക്കെ ഫാന്റസിയാണ്, ഇങ്ങനെ ടിവിയിലൊക്കെ കാണുന്ന. ഞങ്ങൾക്ക് ഇങ്ങനെ ഫാന്റസി പോലെ നമുക്ക് ഈ പറയുന്ന സ്ഥലം കാണുമ്പോ അവർക്ക് നോക്കുമ്പോ ചില കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ടിവിയിൽ കാണുന്നതേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു ലോകമില്ല എന്നൊക്കെ. നമ്മളിപ്പോ ടിവിയിൽ ഇങ്ങനെ സിനിമയില് ബിൽഡിങ്സ്, വണ്ടികള്, ട്രാഫിക് ജാം ഇതൊക്കെ കാണിച്ചു കൊടുക്കൂലേ, പുറലോകമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ അവര് ഇങ്ങനെ ആലോചിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ. ഇവിടുന്നുള്ള ആരും പുറത്തൊന്നും ഒരു ജോലിക്കും പോകുന്നില്ലേ? ഇപ്പൊ കുറച്ചും കൂടെ, ഇപ്പൊ ഞാനുള്ളത് വെസ്റ്റ് കാമിങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ബാക്കി സിയാങ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ അവിടെ കുറെ ഓഫീസേഴ്സ് ഒക്കെ ഇപ്പൊ ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിലായാലും ഇപ്പൊ പുറത്തേക്ക് നല്ല ജോലി കിട്ടിയ നല്ല ഓഫീസേഴ്സ്, ADC അങ്ങനെ ഉള്ള പോസ്റ്റിലേക്ക് സിവിൽ സർവീസ് ഒക്കെ എഴുതി കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അവരിങ്ങനെ അപ്കമിങ് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ നന്നായി, ഇത് എനിക്ക് തോന്നുന്നത് 86 ആണ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തവാങ് സൈഡൊക്കെ ഫുള്ള് മഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാ. അപ്പൊ അവിടെ ഇവർക്ക് അതിനപ്പുറം ഒന്നുമില്ല. കൃഷി ചെയ്യുക, അന്നുള്ള ഭക്ഷണം ഉണ്ടാക്കുക, ഇരുട്ടാകുമ്പോൾ കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ എണീക്കുക, വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് പോവുക, ഇതന്നെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ അങ്ങനെയുള്ള അച്ഛനമ്മമാരുടെ കുട്ടികളാണ് അവിടെ വരുന്നത്. അപ്പൊ അവര് കണ്ടിട്ടുള്ളത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് സുമോ ഡ്രൈവർ. അവിടെ സുമോ അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അതിനും കുറച്ചും കൂടെ ഒരു. അപ്പൊ കുറച്ച് കുട്ടികളുടെ ഇപ്പൊ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് സ്കൂളിന്റെ. അപ്പൊ പുറത്ത് ആസാമിൽ നിന്ന് ഈ ട്രക്കുകൾ വന്നിട്ട് 2-3 ട്രക്ക് വന്നിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കി കിടക്കാം. അപ്പൊ ഞാൻ ചോദിച്ചിട്ടാ ക്ലാസ് വെട്ടിയെടുക്കുന്നത്, നീ ഇവിടെ ശ്രദ്ധിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ടീച്ചറെ അത് കണ്ടോ? ഏത് അത്? അപ്പൊ എന്ത്? എനിക്ക് അവിടെ നിന്ന് കാണാം, ദാറ്റ് ഈസ് മൈ ഫ്യൂച്ചർ. അവിടെ എനിക്ക് നിന്റെ ഫ്യൂച്ചർ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ടീച്ചർ അത് കണ്ടില്ലേ, ആ ട്രക്കിലുള്ള ആ ഡ്രൈവർ, അതാണ് എന്റെ ഫ്യൂച്ചർ. അപ്പൊ അത്രത്തോളം ഉള്ളൂ അവരുടെ എയിം എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മളുടെ എല്ലാ ടീച്ചർമാരുടെ ഒരു പ്രയത്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു എയിം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ, നമ്മൾ പഠിച്ചത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണല്ലോ, പോണ്ടിച്ചേരി, ഹൈദരാബാദ്, JNU ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുവരെ പുസ്തകവും ഇല്ലാണ്ട് ഉറങ്ങി കിടന്നിരുന്ന കുട്ടികളാണ്. ഇതിന്റെ ക്യാമ്പസും ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഇവര് വെച്ചു, ഇതൊക്കെ ഉള്ളതാണോ ടീച്ചറെ? അപ്പൊ ഉള്ളതാണ്. ഇത് പോകാൻ എന്താ വഴി? ഇങ്ങോട്ടെത്താൻ എന്താ വഴി? ഇങ്ങോട്ടെത്താനുള്ള വഴിയാണ് നിങ്ങളുടെ മുന്നിലുള്ള പുസ്തകം. അതിനു മുമ്പ് നമ്മൾ പുസ്തകം 40 കുട്ടികളെ വിളിച്ച് ക്ലാസ്സിൽ ഇരുത്തി, 40-35 വന്ന് ക്ലാസ്സിലിരുന്നു. എന്നിട്ട് ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണമെങ്കിൽ അതിനു മുമ്പ് ഞാൻ പോയി എല്ലാ കുട്ടികളുടെ മുന്നിലും പുസ്തകം തുറന്നു വെക്കണം. 35 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികളുടെ മുന്നിലും ഈ പുസ്തകം തുറന്നു വെക്കണം. ആദ്യം ഈ പുസ്തകം എടുത്ത് എറിയലായിരുന്നു. എറിയലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെറിഞ്ഞ് ഇറങ്ങിപ്പോവും. പിന്നെ അവർ ആദ്യം വിളിച്ചുകൊണ്ടിരുത്തണം. അത് ഭയങ്കര ഒരു ടഫ് ടാസ്ക് ആയിരുന്നു. പിന്നെ അവർക്ക് പതുക്കെ ഇതൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് പോണം എന്നുള്ള വിചാരം വന്നു തുടങ്ങി. അങ്ങനെയാണ് അവർ ആ പുസ്തകം എടുത്തത്. അങ്ങനെ അവരിപ്പോ പഠിക്കാൻ തുടങ്ങി, ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയൊരു റവല്യൂഷണറി ചേഞ്ച് ആവാൻ ചിന്തക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഞാൻ നോക്കി പല സ്ഥലത്ത് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ഓരോ റീജിയൻ വൈസ് ഡിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയാണ്, നല്ല മികച്ചൊരു വിദ്യാഭ്യാസ രീതി. അത് കുറച്ചും കൂടെ വരുമ്പോൾ കർണാടകയിൽ വരുമ്പോൾ, ഇപ്പൊ ബാംഗ്ലൂർ സൈഡൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഇതാണ്, ഡെവലപ്ഡ് ആണ്.
അപ്പോൾ അതിനനുസരിച്ച് അവിടെ, പക്ഷെ ഈ കർണാടകയിൽ തന്നെ ഉൾഗ്രാമങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇതേപോലെയുള്ള കുട്ടികളാണ്. പക്ഷെ അവരെയും മുന്നോട്ട് ഇങ്ങനെ അവർക്കും ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന ഒരുപാട് അധ്യാപകരും ഉണ്ട് നമ്മുടെ ഇടയിൽ. ചിന്ത ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ ആ കുട്ടികൾക്ക് ഇതൊരു ഫാന്റസിയാന്ന് പറഞ്ഞല്ലേ, അതേ സംഭവം ഇപ്പൊ ഈ പറഞ്ഞ കഥ നമ്മുടെ ഈ ഒരു റീജിയനിലെ കുട്ടികളോട് പറഞ്ഞ പക്ക ഫാന്റസി. ഇങ്ങനത്തെ ഒരു കുട്ടികൾ ഇന്ത്യയിൽ ഉണ്ടോ? ചോദിച്ചാല് ഡോക്ടറാണ്. ഞാൻ കാണിച്ചു കൊടുത്തപ്പോ തന്നെ പല ആൾക്കാരും ചോദിച്ച ആൾക്കാരുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല. നമ്മള് ഇപ്പൊ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, അടുത്ത ചാപ്റ്ററിന് ആ കുട്ടി ഉണ്ടാവില്ല. സയൻസ് ടീച്ചർ ഒരു ദിവസം ഒരു തിയറി പഠിപ്പിച്ചു, ആ തിയറിയുടെ കണ്ടിന്യൂറ്റി ആയിരിക്കും അടുത്ത ദിവസം ക്ലാസ്. പക്ഷെ ഇവിടെ തക്കാളി കൃഷിക്ക്, തക്കാളി വിളവെടുപ്പിന്റെ സമയത്തൊക്കെ പാരന്റ്സ് വരിക, കുട്ടികളെ കൊണ്ടുപോവാ. പിന്നെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കുട്ടികളെ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ആദ്യം നിർത്തിച്ചു. അവര് പറഞ്ഞ് നിങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നമുക്കൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഈ പാരന്റ്സ് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നോ? അവർക്ക് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് പറയുമ്പോ നമ്മളിപ്പോ പുറമേ നിന്നുള്ള ഒരാളാണ്, അപ്പോ അവർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മള് വേറൊരാളായിട്ട് തന്നെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക്. അപ്പോൾ എൻ്റെ കൂടെ ഒരു മാർമിക് എന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി ടീച്ചറായിരുന്നു. അവർ ലോക്കലാണ്, അരുണാചലിൽ തന്നെ. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങള് അവര് വഴിയാണ് പറയിപ്പിച്ചത്. അവര് വഴിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൂടെ ഇരുത്തും. അപ്പോൾ മാർമിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. അപ്പൊ മാർമിക്ക് പറയുമ്പോ ഇങ്ങനെയാ പറയാ, നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പുറമേ നിന്നുള്ള ടീച്ചർമാർ ഇവിടെ വന്ന് ജോലി ചെയ്യണത് ഇങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് ട്രാൻസ്ഫർ എടുത്ത് പോയാൽ മതി എന്നൊക്കെ മാർമിക്ക് പറയും. അപ്പൊ പാരന്റ്സ് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞാലും അവര് അക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ കുട്ടികളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി അവർ പറയും. പക്ഷെ കുട്ടികളെ അനുസരിക്കും. അതിനുശേഷം അത് അവര് ആ പാരന്റ്സിനെ വെച്ചിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം, ഈ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസീൻ്റെ ഒക്കെ ഭാഗമായിട്ട് അന്ന് ഈ നവോദയ സ്കൂളുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം ഇപ്പോഴും ഈ ചിന്ത പറഞ്ഞ പോലെ ഈ രണ്ട് മലയുടെ ഇടയിലുള്ള ഒരു സ്ഥലത്തുള്ള കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് സ്വപ്നം കാണാനെങ്കിലും നമുക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടായത് ആ ഒരു എഡ്യൂക്കേഷൻ പോളിസീൻ്റെ ഒക്കെ ഇംപ്ലിമെൻറ്റേഷനാണ്. നമുക്ക് അന്ന് നമ്മൾ വെറുതെ ഈ പറഞ്ഞ കേട്ടറ്റിൻ്റെയും സീടെറ്റിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും എൻട്രൻസിനൊക്കെ വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷനൊക്കെ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം നവോദയ സ്കൂളുകളുടെ കോൺസെപ്റ്റ് വന്ന 86-ലെ NEP-യുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ NP-യുടെ ഭാഗമായിട്ടാണെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒക്കെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ പറഞ്ഞത്. ചേഞ്ച് മനസ്സിലാവും. ടൗൺഷിപ്പിലേക്കും ഉണ്ട് സ്കൂളുകൾ. ഈ നവോദയന്റെ ടൗണിലാണ്. അവിടെയൊക്കെ സാധാ ഒരു സ്കൂൾ ഫംഗ്ഷൻ ചെയ്യണ പോലെ തന്നെ നവോദയ റെസിഡൻഷ്യൽ ആണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ അത് മാറും. അതും ഇന്റീരിയർ ഈ നോർത്ത് ഈസ്റ്റ് പോലെ ശരിക്കും ഇതിന്റെ ഒരു വളരെ മാറും. പ്ലാനിംഗ് എന്നുള്ളത് അത് തന്നെയായിരുന്നു അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും റിസർവ്ഡ് ആയിട്ട് കിടക്കുന്ന ഇന്റീരിയർ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സിസ്റ്റം, റൂറൽ എഡ്യൂക്കേഷൻ ആയിരുന്നു ഇതിന്റെ ഒരു പ്ലാനിങ്. പിന്നെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ടെററിസ്റ്റ് ഏരിയ, ഒരു ഭീകരവാദമുള്ള സ്ഥലം, നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം എന്നുള്ള ഒരു വിചാരമൊക്കെ ഉണ്ട് നമുക്ക് നോർത്ത് ഈസ്റ്റ് കിട്ടുമ്പോഴൊക്കെ. നമ്മൾ നോർത്ത് ഈസ്റ്റിൽ പോവാന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ തവാങ്ങും ഒക്കെ ഇവിടെ തന്നെ എന്തുമാത്രം യൂത്ത് അവിടെ ടൂറാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും പറയണം നോർത്ത് ഈസ്റ്റ് പോവാന്നല്ല. ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് BEd കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഇവിടെ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. അതും അരുണാചൽ പ്രദേശിൽ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു സിയാങ് എന്ന് പറഞ്ഞ സ്ഥലവും ഈ വെസ്റ്റ് കാമിംഗ് എന്ന് പറഞ്ഞ സ്ഥലവും വളരെ വ്യത്യാസമുണ്ട്. അവിടെ കുറച്ചും കൂടെ ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് പിന്നെ ഇവരുടെ ഉള്ളിലൊരു കാടത്തം, എന്താ പറയാ, മൈൽഡ് നേച്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അടിച്ചു അങ്ങനെ. അപ്പൊ ടീച്ചേഴ്സും അത്രയും ഒരു പേഷ്യന്റ് ആയിട്ട് നിന്ന് സ്ട്രഗിൾ ചെയ്ത് അവർക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് കുട്ടികൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർ നവോദയയിൽ തന്നെ. പിന്നെ വേറൊരു ഗ്രൂപ്പും ഉണ്ട്, എങ്ങനെങ്കിലും ആ ഒരു തന്നിരിക്കുന്ന ടേം പീരീഡ് കഴിഞ്ഞ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാന്നുള്ള ഇതുള്ളതുണ്ട്. രണ്ടും ഉണ്ടാവുമല്ലോ, രണ്ട് സൈഡ് പോലെ എല്ലാത്തിനും ഉണ്ടാവും, നോക്കണ്ട.
ബട്ട് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചർ, ഇപ്പോൾ ചിന്ത പറഞ്ഞ പോലെ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഇവരുടെ എംപവർമെൻറ്റിന് വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അവരുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണല്ലോ നമ്മൾ തീർച്ചയായും. വെറും പഠിപ്പ് മാത്രമല്ല, അതെ. അവർക്ക് എല്ലാ അല്ല നവോദയ എന്നുള്ള ഇവര് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നമ്മുടെ കയ്യിൽ 6ാം ക്ലാസ്സിൽ കിട്ടുന്ന ഒരു കുട്ടീനെ നമ്മൾ സ്നേഹിച്ച് അതെ അമ്മേനെ പോലെ ആയിരിക്കും. ആ കുട്ടികളുടെ അടുപ്പം കാണുമ്പോൾ അവര് +2 വരെ നമ്മുടെ കൂടെ തന്നെയാണ്. അതാണ് അവരുടെ എല്ലാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊക്കെ ഏരിയയിലുള്ളവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കണേക്കാട്ടിൽ എത്രയോ സൗകര്യങ്ങളും എല്ലാം കിട്ടുന്നൊരു സ്ഥലമായിരിക്കും അല്ലേ സ്കൂള് ഒന്നും കൂടി. പിന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും കിട്ടുകയല്ലേ, കംപ്ലീറ്റ് ടാബ് അങ്ങനെയുള്ളത് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാൽഘറൊക്കെ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ നവോദയയിലേക്കൊക്കെ വേണ്ടിയിട്ട്, നവോദയ KV-ലേക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട്. ഇപ്പൊ ഫുൾ ക്ലാസ് റൂംസ്, ഫുൾ ICT, മറ്റേ ബോർഡുകളൊക്കെ അത്രയും ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് റൈസ് ചെയ്യുന്നുണ്ട്. ഈ നെറ്റ്വർക്കും സംഗതികളൊക്കെ ഉണ്ടോ? നെറ്റ്വർക്ക് ഇവിടെ നഫ്രയിൽ ഇപ്പൊ കിട്ടുന്നുണ്ട് നെറ്റ്വർക്ക്, വലിയ കുഴപ്പമില്ല. പക്ഷെ അരുണാചലില് ആദ്യം വർക്ക് ചെയ്തെടുത്ത് കുറവായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? മുന്നേ വർക്ക് ചെയ്തോടത്ത് കുറവായിരുന്നു. വൈഫൈ സംവിധാനങ്ങളും സാധനം ഉണ്ട്. ഇപ്പൊ നോർത്ത് ഈസ്റ്റില് കുറവാണ് ശരിക്കും നോക്കുമ്പോ. ഒരു കോള് പോലും പോവാത്ത സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, അവന് കിട്ടിയത് JNV അനീനി എന്ന് പറഞ്ഞാൽ അവിടെ PT ടീച്ചറാണ്. അവിടെ നെറ്റ്വർക്ക് തീരില്ല. അനീനി എവിടെയാണ്? അനീനി അരുണാചൽ പ്രദേശിന്റെ നോർത്ത് ചൈന ബോർഡർ ആണ് വരുന്നത്. ഫുൾ മഞ്ഞ് പിടിച്ചെടുക്കുന്ന നല്ല സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോ ഈ സാറിന് ഇവന് നെറ്റ്വർക്ക് വരില്ല. അപ്പൊ അവന് എപ്പോഴെങ്കിലും നെറ്റ്വർക്ക് വരുമ്പോഴാണ് എന്നെ വിളിക്കണത്. അപ്പൊ അങ്ങനെ ഒരു മെയിൽ അയക്കണമെങ്കിൽ തന്നെ കുറെ നേരം നോക്കിയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ ഇപ്പോഴും നോർത്ത് ഈസ്റ്റ് കുറെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പണ്ടത്തേനും നോക്കുമ്പോൾ മുന്നത്തേലും ട്രാവൽ ആണെങ്കിലും ട്രാവൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നോർത്ത് ഈസ്റ്റിൽ. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ടീച്ചേഴ്സ് മാത്രമല്ല, ഡോക്ടേഴ്സ്, ഒരുപാട് മലയാളി ഡോക്ടേഴ്സ് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യണ വെസ്റ്റ് കാമെങ്കിൽ ഞാൻ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒഫീഷ്യൽ പർപ്പസിന് യാത്ര ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടുന്ന ഒരുപാട് മലയാളികളുണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിന്ത ചേച്ചി എലക്ഷന് പ്രിസൈഡിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു അനുഭവം ഒന്ന് പറയാം. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെ അവിടുത്തെ ഒരു രീതികൾ കാര്യങ്ങളൊക്കെ എങ്ങനെ വ്യത്യാസമായിട്ട് തന്നെ? കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാതും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യമല്ല നല്ലോണം ഫെസിലിറ്റീസ് ഉണ്ട്. നിരപ്പായ റോഡുണ്ട് ഒന്നാമത്തെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാറ് തരും, അതില് സാധനങ്ങളൊക്കെ കയറ്റിപ്പറക്കി പോയി കഴിഞ്ഞാൽ അവിടെ വെൽക്കം ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഭയങ്കര സഹകരണം. പ്രിസൈഡിംഗ് ഓഫീസർ അതൊരു വളരെ ടെൻഷൻ പിടിച്ചൊരു പണിയാണ്. എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നമ്മുടെ തലയിലാവും. അങ്ങനെയുള്ളൊരു ഇവിടെയുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മൊത്തം ഹില്ലി ഏരിയാസ് ആണ്. ടഫ് ടെറൈൻ തന്നെ പറയാം. എത്തിപ്പെടാൻ പറ്റാത്ത കാടുകള്, മലകള്, 4-5 കിലോമീറ്റർ 4-5 മണിക്കൂറൊക്കെ ആൾക്കാർ യാത്ര ചെയ്തിട്ട് പ്രിസൈഡ് ആ പോളിംഗ് ടീം യാത്ര ചെയ്തിട്ട് ഇലക്ഷന് പോയിട്ടുണ്ട്. അതും ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തില് ഒരു സ്ത്രീ മാത്രം 44 വയസ്സ് ഉള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ആ സ്ത്രീനെ വോട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 9 പേരാണ് പോളിംഗ് ടീം അത്രയും ആ മല കയറിയത്. ദിവസം നമുക്ക് അവിടെ ജീവിക്കണം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ പോണത്. അതായത് സ്റ്റവ്, ഗ്യാസ്, പച്ചക്കറി എല്ലാം ഉണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോകാനോ? ഇത് ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോ ഇപ്പൊ നമുക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. 5 ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ഗ്രാമങ്ങളിൽ പോകുമ്പോ നമ്മളെ വെൽക്കം ചെയ്യാൻ ഒരുപാട് പേര് വരും. ഗ്രാമത്തിലുള്ള ആൾക്കാര് ട്രൈബ്സ് വരും. പക്ഷെ നമ്മൾ അവിടെ തരണതൊന്നും കഴിക്കരുത് എന്ന് അവര് ആടിനെ വെട്ടി ആഘോഷമായിരിക്കും. മദ്യവും ഇതും അവരുടെ അപ്പം എന്ന് പറഞ്ഞ മദ്യമൊക്കെ ഉണ്ട്. റൈസ് ബിയർ എന്ന് പറയും. അതൊക്കെ എടുത്ത് വളരെ ആഘോഷമായിരിക്കും. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് ഇങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ അവര് സ്നേഹമൊക്കെ കാണുമ്പോ വീഴരുത്, വീട് കിടന്ന് ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിങ് തന്നിട്ടാണ് നമ്മളെ വിട്ടത്. പിന്നെ പല സ്ഥലങ്ങളും പ്രശ്നബാധിത സ്ഥലങ്ങളുണ്ടായിരുന്നു. അതായത് പോളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് VVPAT മെഷീൻ ഒക്കെ എടുത്തിട്ട് പോവാ. അങ്ങനെ ഒരു 6 സ്ഥലത്ത് അങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണോ? അങ്ങനെ പ്രശ്നമുള്ള, ഇപ്പൊ ഞാൻ പോയത് പ്രശ്നങ്ങളുള്ള സ്ഥലമല്ല. ഞാൻ പോയത് അത്യാവശ്യം ഒരു ടൗൺ അല്ല,
പക്ഷെ ആ വീഡിയോയിൽ കുറെ കാടും മല ടൗണിലേക്ക് എത്തണമെങ്കിൽ കാടും മലയൊക്കെ താണ്ടി പോകേണ്ടി പോളിംഗ് ടീംസ് ഉണ്ടായിരുന്നു, അത് അവരുടെ വീഡിയോ ആണ്. അപ്പൊ ഞാൻ പോയത് എന്ന് പറയാൻ ബോംദില്ല കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു, ബോംദില്ല ഹയർ സെക്കൻഡറി സ്കൂൾ. ബോംദില്ല അത്യാവശ്യം ഒരു ടൗൺ ആണ്, എന്നാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ട്രൈബ്സിനെ മാനേജ് ചെയ്യാന്നൊക്കെ പറയണത്. കാരണം അവർക്കൊന്നും അറിയില്ല, ഒരു വോട്ടിംഗ് വോട്ട് ചെയ്യാൻ പോലും അറിയില്ല. നമ്മള് പഠിപ്പിച്ചു കൊടുക്കും, അവിടെ ചെന്നിട്ട് നമ്മള് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അല്ല, ഇവരോട് പറയായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ, ഇന്ന ആൾക്ക് ചെയ്യണം എന്ന് പറയുമ്പോ നിങ്ങൾ കുത്തേണ്ട ടൈം അവസ്ഥ ഉണ്ടോ? ഇല്ല. അല്ല, അവൾക്ക് ഇന്ന ആളാണ് അവിടുത്തെ കാൻഡിഡേറ്റ് എന്ന് അവൾക്ക് അറിയോ? ആരൊക്കെ? ഒറ്റ ഒരാളെ പേര് മാത്രമേ അറിയുള്ളൂ അല്ലേ? അങ്ങനെയുള്ള ഇലക്ഷൻ. പിന്നെ പല സ്ഥലങ്ങളിലും ഭയങ്കര ഇന്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയ ചെളിയിൽ വണ്ടി കുടുങ്ങി കിടന്നിട്ട് വലിച്ച് കയറ്റി, പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി കുതിരയുമായിട്ട് കയറ്റി വെച്ച് ഈ മെഷീനൊക്കെ കയറ്റി 5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് നടന്ന് ഓരോ ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടിട്ട് അവിടെ പോളിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. അങ്ങനെയൊക്കെയുള്ള നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു കാട്ടിക്കൊടയൊക്കെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു ഇലക്ഷൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് ആർക്കും ഇഷ്ടമൊന്നുമല്ല. ചിലവർ എൻജോയ് ചെയ്യും, ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അതില് തിരിച്ചിട്ടുണ്ടായിരുന്നു വിമൻ പോളിംഗ് സ്റ്റേഷൻസ്, പിന്നെ യൂത്ത് പോളിംഗ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ യൂത്ത് ഉള്ള ആൾക്കാരെയാണ് ഇത്രയും ഇന്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നടക്കാൻ പറ്റണം, ഇത്രയും സാധനങ്ങൾ ഏറ്റി. അതെന്ന് പറയുമ്പോ നമ്മള് ജസ്റ്റ് നടക്കില്ല ചെയ്യണം, നമുക്ക് സ്വെറ്റർ, ഇത് ബ്ലാങ്കറ്റ്, ഈ സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഇതൊക്കെ തിരിച്ചു കൊടുക്കണോ? സ്വെറ്ററൊക്കെ ഇതൊന്നും തിരിച്ചു കൊടുക്കണം, കിട്ടില്ല. ബ്ലാങ്കറ്റ് നമ്മൾ കൊണ്ടുവരണം. പിന്നെ അത് മാത്രല്ല, പിന്നെ റെയിൻകോട്ട്, മഴയിരിക്കും കാട്ടിക്കൂടെ നടക്കുമ്പോ. ഇതൊക്കെ ഒരുവിധം ബേസിക് ഇതിനുള്ള സാധനങ്ങൾ, ടോർച്ച്, സർവൈവ് ചെയ്യാനുള്ള ബേസിക് സാധനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഈ മല കയറി, അതും യൂത്ത് എന്ന് പറയുമ്പോ ഇവര് മിക്കതും അവിടെ വണ്ടി കുഴിഞ്ഞു പോയിട്ടുണ്ട്, അത് വലിച്ചു കയറ്റുക, കയറ്. ഈ ഒരു സ്ഥലത്തിന്റെ ഒക്കെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ഈ ഇലക്ഷന്റെ ഈ സമയത്ത് നമ്മൾ പോകുന്നതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊന്നും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ തോന്നുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ആണ്. അസുഖം അങ്ങനത്തെ സാധ്യത നമ്മുടെ കേരളത്തിനെ വെച്ചിട്ട് അവിടെ രോഗങ്ങൾ കുറവാണെന്നും പറയാൻ പറ്റില്ല. പ്രഗ്നൻസി ടൈമില് സ്ത്രീകൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, കാരണം ആ സമയത്ത് ട്രാവൽ ചെയ്ത് ഒരു ആശുപത്രി പോവാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സൗകര്യങ്ങളൊന്നും ഇല്ല അവിടെ, സൗകര്യങ്ങളില്ല. അപ്പൊ എന്താ ചെയ്യവര്? അവര് പണ്ടത്തെ രീതി വയറ്റാട്ടി ഇപ്പോഴും ഉണ്ട് ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കുന്ന സ്ത്രീകള്. അങ്ങനെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല, അവിടെയുള്ള സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബാക്കി മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചെറിയൊരു ക്ലിനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് മാത്രം. അപ്പം ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ അവര് ആ ഒരു കാടിനോട് ജീവിച്ച് അഡാപ്റ്റഡ് ആണ്, അപ്പൊ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ഈ കഥ കേട്ടിട്ടേ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കിതൊരു കംപ്ലീറ്റ്ലി അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഒന്നും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം വാങ്ങണമെങ്കിലും ഒരു 4 കിലോമീറ്റർ 4 അങ്ങോട്ടും ഇങ്ങോട്ടും 8 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് ഞങ്ങൾ പോവാറ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ, ലിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി വാങ്ങാൻ പറ്റില്ല ആ സ്ഥലത്ത്, അതിനുള്ള കടകളില്ല, അങ്ങനെ ഒരു ഓൺലൈൻ ഡെലിവറി ഇല്ല, അങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ആൾക്കാർ എല്ലാം ഇന്ത്യയിലാണ് എന്നുള്ളത്. അവിടെയും ചെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തർ ഓരോ ടീച്ചേഴ്സ് മാത്രമല്ല, ഓരോ ഇതിലുള്ള പോലീസ് ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കറിയാം ഒരുപാട് മിലിറ്ററി അവിടെ ബോർഡർ ആണല്ലോ, അപ്പൊ മിലിറ്ററി മലയാളികളും പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയും മഞ്ഞിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തവാങ് ഏരിയ ഒക്കെ ഭയങ്കര മഞ്ഞ് പിടിച്ചതാണ്. അപ്പോൾ മിലിറ്ററി ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇപ്പൊ ചെറിയ ചെറിയ ക്ലിനിക്കിൽ വന്ന് നമ്മുടെ സ്കൂളിലൊക്കെ വന്ന് ട്രാവൽ ചെയ്ത് കുട്ടികൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തി പോകുന്ന മലയാളി ഡോക്ടേഴ്സ് വരെ അതിൽ വരാറുണ്ട്. പിന്നെ പോലീസ്
അങ്ങനെയുള്ള ഒരുപാട് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഐഡിയയിൽ എന്ത് മാറ്റങ്ങളൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അപ്ഡേഷൻ എന്നുള്ളതാണ്. അപ്പം എന്ത് മാറ്റം വരുത്തുക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഓരോ മൊമെൻറ്റിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഈ ഒരു മൊമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാകും, അതിനനുസരിച്ചിട്ടുള്ള മാറ്റം നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ഉണ്ടാവണം. അപ്പം അത് ഇന്ന പർട്ടിക്കുലർ സാധനം നമുക്ക് പറയാൻ പറ്റുമോ എന്ന്. നമ്മളിവിടെ ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആയി വരുന്നേ ഉള്ളൂ, അതും ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം. അപ്പോൾ അതിൽ ഏത് രീതിയിലൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ഈ ഒരു സംഗതിക്ക് വരുന്നത് നമ്മളെ ആ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരൊന്നും അല്ല. നമ്മൾ ആരാണെങ്കിലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അല്ല. എൻ്റെ ഫാമിലി പാപ്പാക്ക് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിനി. അപ്പം അങ്ങനെ ഒരു അത്തരത്തിൽ പഠിച്ചിട്ട് അങ്ങനെയുള്ള ബിസിനസ്സോ സംഗതികളൊന്നും അല്ല. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇത്തരത്തിലുള്ള കോഴ്സുകൾ എനിക്കൊരു ബിസിനസ് മാൻ ആവണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ആ കുട്ടിക്ക് അത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ആ കുട്ടിനെ വളർത്തിയെടുക്കാൻ പറ്റിയാൽ ഭാവിയിൽ ചിലപ്പോൾ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറാം. എനിക്ക് തോന്നുന്നത് നമ്മളാണ് അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇല്ലാന്നല്ല. ഇപ്പം കേരള ഗവൺമെന്റിന്റെ തന്നെ പ്രൊജക്റ്റാണ് അസാപ്പ് ഒക്കെ. അതൊക്കെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഉണ്ട്, പക്ഷേ ഇംപ്ലിമെന്റ് അല്ല, കരിക്കുലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് അങ്ങോട്ട് പോയാൽ MBA ഒക്കെ പോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ MBA പഠിച്ച ഒരാൾക്ക് എനിക്ക് തോന്നുന്നു മാറ്റം ഉണ്ടാവുമായിരിക്കും. കാരണം NEPന്റെ കുറേ കാര്യങ്ങളിൽ പറയുന്ന സമയത്ത് NEP ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പം കുറേ സ്ഥലത്തൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആയി. ഇപ്പോൾ NEPയിൽ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഈവൻ ദർ കോൺസെൻട്രേറ്റഡ് ഓൺ സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. NEP കംപ്ലീറ്റ്ലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ബട്ട് NEPയിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതേ രീതിയിൽ നടക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി സ്കിൽ ഓറിയൻറ്റഡ് കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ പ്രാക്ടിക്കലി വരികയാണെങ്കിൽ നല്ലതായിരിക്കും ഒരു രീതിയിൽ. ബിക്കോസ് നമുക്ക് വേണ്ടത് ജോലി. ഇപ്പം ഗാന്ധിജി അന്ന് വാർത്തയിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞ അതേ സംഭവം, കുട്ടികൾക്ക് വേണ്ടത് ജോലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ സംഭവങ്ങൾ നമ്മൾ അന്ന് ആ കാലത്തിൽ 37 കാലഘട്ടങ്ങളിൽ ഗാന്ധി പറഞ്ഞ കാര്യം അതാണ് ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഇവിടെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് റണ്ണപ്പ് ചെയ്യുന്നില്ല എന്നല്ല മീനിങ്. അതാണ് അവസ്ഥ. അപ്പം അപ്ഡേഷൻ ഇയാൾ ചോദിച്ച പോലെ എന്താ ചോദിച്ചത്, മാറ്റം വേണ്ടത് എല്ലാ കാര്യത്തിലും വേണം. അത് ഈ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് അല്ലെങ്കിൽ pre-KG ഇനി 3 വയസ്സ് മുതൽ കുട്ടി സ്കൂളിലാണ്, ആ കുട്ടിയിൽ ഉണ്ടാവുന്ന മാറ്റം മുതൽ ഇയാൾക്കൊരു ജോലി എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വേണം. എസ്പെഷ്യലി കരിക്കുലം ആൻഡ് പഠിച്ച സംഗതിന്ന് ഒരു നമ്മൾ പഠിക്കുന്നതിൻ്റെ ലാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. കുറേ പഠിച്ച് കുറേ ഇവരുണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം അതിലൊരു കാര്യം തന്നെയാണ്, ഇപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ ചേക്കേറി പോകുന്ന ഒരു സമ്പ്രദായം, അതൊരു ഇവിടെ പഠിക്കാനല്ല പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തി വന്നു ഇപ്പൊ കൂടുതലായിട്ടും. അപ്പൊ ആ ഒരു രീതി വരുന്നത് ഇവിടത്തെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മാത്രല്ല കേട്ടോ. എനിക്ക് അറിയുന്ന 2 ആൾക്കാരുണ്ട്, അവിടെ പഠനത്തോടൊപ്പം ജോലിയുള്ള അവസരമുണ്ട്. ഒരു ഭയങ്കരമായിട്ടുള്ള ഏണിംഗ് ഉണ്ട് അവർക്ക്. കുറഞ്ഞ സമയം പഠിത്തം, കൂടുതൽ സമയം ജോലിയാണ്. അതിന് ഭയങ്കരമായിട്ടൊരു സമ്പാദ്യം പോലെ കയ്യിലുണ്ട്. ജോലിക്ക് കയറുമ്പോൾ പോലും അവിടെ പോയിട്ട് അവർ എന്ത് ജോലി എടുക്കാൻ വില്ലിങ് ആണ്. പക്ഷെ ആ ജോലി നമ്മുടെ നാട്ടിലാണ്. നമ്മളോടിപ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഈവൻ ഒരു വാഴ കുഴിച്ചിടാൻ പറഞ്ഞാൽ പോലും നമ്മൾ കുഴിച്ചിടാൻ നിൽക്കില്ല, പണിക്കാരനെ വിളിച്ചോന്ന് പറയും. ആണല്ലോ, എന്ത് കാര്യങ്ങളാണെങ്കിലും ഒന്ന് വീടിന്റെ മറ്റേ എന്താ ഇന്റർലോക്കിലൊക്കെ ഒന്ന് ചെളിയാവുന്ന സമയത്ത് വെള്ളടിച്ച് കഴുകാൻ പണിക്കാരനെ വിളിച്ചോ, നമ്മൾ ചെയ്യില്ല. അവിടെയാണോ ചായ എടുക്കണം. ഞാൻ എൻ്റെ അമ്മയായിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പം അവിടെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ അവന് ഇപ്പോൾ കാനഡയിലാണുള്ളത്. അപ്പോൾ അവൻ്റെ പ്രധാന ജോലി പറഞ്ഞാൽ അവനൊരു ടീ ഷോപ്പിലാണ് വർക്ക് ചെയ്യണത്. ഇവിടെ കോടിക്കണക്കിന് പിന്നെ സ്വത്തുള്ളവനാണ് കേട്ടോ. ടീ ഷോപ്പിലാണ് വർക്ക് ചെയ്യണത്. അപ്പം ഹീസ് റെഡി ടു ഡു. അത് പുറത്താകുമ്പം ആരും നമ്മളെ കാണാനില്ല, നമുക്ക് എന്ത് ജോലിയും ചെയ്യാം, നമ്മളെ സമയം. പക്ഷേ അതിനൊരു വേറെ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഒരു വലിയൊരു ജനറേഷൻ യൂത്ത് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു മിനി കേരള സെറ്റപ്പിലേക്ക് വരും. അപ്പോൾ വീണ്ടും മനുഷ്യൻ്റെ ഉള്ളിൽ എന്ത് തുടങ്ങും, ഈ സാധനങ്ങളൊക്കെ വേണോ എന്നുള്ളൊരു തോട്ട് ഒരു തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സംഗതിയാണ്. ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുട്ടി ക്ലാസ്സിൽ, കുട്ടി എന്നുള്ളതല്ല, ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പം
ഓനെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ തീർച്ചയായിട്ടും. സമയത്ത് ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം ആ കുട്ടീനെ ഫ്രീ ആക്കിയിട്ടാൽ ഒരു സമ്പാദം, ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം ആ കുട്ടി കണ്ടെത്തി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. വൈകുന്നേരം വരെയൊക്കെ ഞങ്ങളോട് ഞാൻ എമ്മടെ പഠിച്ച സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ വരില്ലെങ്കിലും ടീച്ചർ നമ്മളോടൊക്കെ പറഞ്ഞില്ല, എന്തിനാ ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഇരിക്കണം, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ക്ലാസ് ഞങ്ങൾക്ക് പല സ്ഥലത്തു നിന്നും കിട്ടും, ഇതിന് പണിക്ക് പോയാൽ പൈസ ഉണ്ടാക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യം. അതേ സെറ്റപ്പ് തന്നെയാണ് പുറത്തുള്ളത്. ഇത് നമ്മൾ രാവിലെ 9:30 കയറിയിട്ട് പിന്നെ 3:30 വരെ. ഇപ്പം പി ജിക്കൊക്കെ ആയ അതായത് സമയത്ത് ഒരു സമ്പാദ്യശീലത്തെ വളർത്തുന്ന ഒരു തീർച്ചയായിട്ടും രീതിയാണ് അവിടെ കൊടുക്കണം. ഇപ്പൊ വരുന്നത്. ഈ 1 മുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ രാവിലെ 9 മണി മുതൽ 4 മണി 3:30 വരെ വരെ. ക്ലാസ്സിലിരിക്കുന്ന കുട്ടിക്ക് രാവിലെ തൊട്ട് ഈ വൈകുന്നേരം വരെ കണ്ടന്റ് ആയി കൊടുക്കണേ. എന്തിനാണ്? ആരതൊക്കെ മനസ്സിലാക്കണേ? ഒരാള് രാവിലെ വന്നിട്ട് 1 മണിക്കൂർ ഇംഗ്ലീഷ് പഠിപ്പിക്കണോ, അത് കഴിഞ്ഞിട്ട് ഹിന്ദി പഠിപ്പിക്കണേ, കഴിഞ്ഞ് മാത്സ് പഠിപ്പിക്കണേ, ഫിസിക്സ് പഠിക്കണേ, കെമിസ്ട്രി, ഈ 6.5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിൽ ഈ കുട്ടി കംപ്ലീറ്റ്ലി ഓഡിബിളായിട്ട് പക്ക ലിസണബിൾ ആയിട്ട് നിൽക്കുന്ന സമയം എത്രയുള്ളത്? വളരെ കുറഞ്ഞ സമയമാണല്ലേ. അല്ലാണ്ട് ഈ സമയത്ത് ഇവനെ കളിക്കാൻ വിട്ടിരുന്നെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറച്ചേരം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിക്ക് പോയില്ലെങ്കിൽ അത്രയെങ്കിലും ഏണിങ്സ് ഉണ്ടാവും. അവനതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുകയും ചെയ്യും. +2 വരെ കുട്ടീനെ എന്ത് ചെയ്യിപ്പിക്കും? ഈ പാരന്റ് കൊടുക്കുന്ന പൈസയെന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കുക. ഇവനിത് ശീലിച്ച് +2 കഴിഞ്ഞ് ഡിഗ്രി 18 വയസ്സ് 20 വയസ്സാകുമ്പോഴും ഞാനടക്കമുള്ള ആൾക്കാർ കേട്ടോ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഒരു ടൂർ പോകുമ്പം പൈസ അവരുണ്ട് എന്നുള്ളൊരു തോട്ടാണ്. അത് മറ്റ് രാജ്യങ്ങളുടെ സിസ്റ്റം എൻ്റയർലി അടിപൊളിയാണ്. ബിക്കോസ് അവരുടെ കുട്ടിക്കുള്ള പൈസ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ അവർ തന്നെ സിറ്റുവേഷൻ കൊടുക്കും. ആ സിറ്റുവേഷൻ ഇതുവരെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ ഈ കുട്ടികളെ പാരൻറ്റിൻ്റെ ആ ഒരു മടിത്തട്ടിൻ്റെ ഉള്ളിൽ തന്നെ ജീവിപ്പിക്കാനാണ് പഠിപ്പിക്കണേ. അതിന്ന് എന്ന് കുട്ടി പുറത്ത് വരണോ അന്നേ ഇവൻ്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ച് ഞങ്ങളൊക്കെ ഡിഗ്രി, ഞാനും ആണെങ്കിലും അസുറും ആണെങ്കിലും ചിന്തയാണെങ്കിലും ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ഫീൽഡിൽ പോയ ആൾക്കാരാണെന്നുള്ളത്. ഞങ്ങൾ രണ്ടാളും കൂടെ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു കോളേജിലാണ് കേട്ടോ ഡിഗ്രി കഴിഞ്ഞത്. ദെൻ പിന്നെ നമ്മൾ PG പോയി. അപ്പോഴും പണിക്കൊന്നുമില്ല, അവിടെ തന്നെ സെയിം കോളേജിൽ പോയി. അപ്പോൾ ഞങ്ങൾ പണിക്കോണില്ല. പിന്നെ ഞങ്ങൾ B.Ed പോയി. അപ്പോൾ നമ്മൾ പണിക്കോണില്ല. പിന്നെ ഞങ്ങൾ M.Ed പോയി. പണിക്കോണില്ലാന്ന് പറയരുത്, പറയട്ടെ. അതിനുശേഷം നമ്മൾ M.Ed പോയി. അപ്പോൾ നമ്മൾ പണിക്കോണില്ല. അപ്പോൾ ബേസിക്കലി ഇതേ സിസ്റ്റമാണ് ഞങ്ങൾ 3 ആളും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഇതേ സാധനം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇവരെല്ലാവരും ഈ പറഞ്ഞ ആ ട്രഡീഷണൽ സിസ്റ്റത്തിൽ തന്നെയാണ് ജീവിക്കണം. മാറ്റം ഉണ്ടാവേണ്ടത് ശരിക്കും അവിടെയാണ്. ചോദ്യം എന്തിനാണ് മാറ്റം ഉണ്ടാവേണ്ടത് അവിടെയാണ്. കുട്ടി കൊടുക്കുന്ന സിസ്റ്റം മാറണം. കുട്ടീനെ ഇതിൻ്റെ കൂടെ ജോലി ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. കുട്ടിക്ക് ഏണിങ്സിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. പാരൻസ് അധ്വാനിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ സ്വയം എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കണം. അത് ഈ പറഞ്ഞ കല്യാണം കഴിക്കാനാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജോലി വേണമെന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ല. അതിൻ്റെ മുമ്പേ കുട്ടിക്ക് ആ സംഭവങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് മണി അതിൻ്റെ ഒരു വാല്യൂ അതിന് എപ്പോഴും ഉണ്ട്. കാരണം അതില്ലാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നടക്കില്ല. അത് എന്ത് ടൈപ്പ് ഓഫ് മണി ആയിക്കോട്ടെ, ലിറ്ററലി നമ്മൾ ഈ പറഞ്ഞ ഈ മണി ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ പുതിയൊരു ജനറേഷൻ വരുമ്പോൾ മണി എന്നുള്ള പക്ക കോൺസെപ്റ്റ് മാറി വേറെ എന്തെങ്കിലും വരുമോ എന്നൊന്നും അറിയില്ല. ബട്ട് എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ഏണിങ്സ് നമ്മുടെ കയ്യിൽ എന്താണെങ്കിലും വേണം. അതിന് കൊച്ചിനെ പഠിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ ഈ 2 ഡിഗ്രി 2 PG എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഗതിയായിട്ട് കാണുന്ന ആൾക്കാരാണ്. പക്ഷെ പുറത്തുള്ള ആൾക്കാർ ആദ്യം ജോലി, അതായത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നൊരു ജോലി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അതായത് അവർക്ക് പഠനത്തിന് പ്രായമല്ല, 50 വയസ്സിലൊക്കെ ഡിഗ്രിയും PG-ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ പറ്റൂല. ഇവിടെ 25 വയസ്സായി കഴിഞ്ഞാൽ 25 വയസ്സായാലും ഇനി പഠിക്കാൻ പോവാ എന്നുള്ള ചോദ്യം ചോദിക്കും. അല്ല, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ സംഗതി പഠിക്കാനൊക്കെ രസമാണ്, പഠിച്ചോണ്ടിരിക്കുമ്പോ ഭയങ്കര രസമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഗതി, അതെ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ലൈഫിൽ ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അങ്ങനെ കണ്ടന്റിനേക്കാളൊക്കെ ഉപരി ആ കാലഘട്ടത്തിൽ ഒരു ലൈഫ് ഉണ്ടെന്നേ ഉള്ളൂ, സോഷ്യലൈസേഷൻ. പക്ഷേ മറ്റുള്ളവർ കാണുന്നത് ആ ലൈഫിനേക്കാൾ ഉപരി ഓലെ ഫ്യൂച്ചർ ലൈഫ് സെക്യൂർ ആക്കുക എന്നുള്ളൊരു സംഗതിയാണ്. നമ്മളുള്ള കാലമൊക്കെ എൻജോയ് ചെയ്ത് നടന്ന് പിന്നെയാണ് തപ്പണ ഇനി എന്ത് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്ത് കഴിഞ്ഞല്ലോ, ഇനി എടുക്കാൻ കോഴ്സ് ഒന്നും ഇല്ലല്ലോ. ഞാൻ B.Ed കഴിഞ്ഞ സമയം പിന്നെ ഇതൊക്കെ ആയി M.Ed ഭയങ്കര ആഗ്രഹം പഠിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്ത് എന്നുള്ളൊരു ആലോചന നമ്മൾ മുമ്പിലുണ്ട്. എല്ലാവരും ചോദിക്കലുണ്ട് PSC ചെയ്തല്ലേ, ഞാൻ PSCക്ക് നോക്കണില്ലേ,
PSC ഓടിപ്പാഞ്ഞ PSC ചെയ്താൽ PSC ഒന്നും കിട്ടൂല. ആദ്യമൊക്കെ കിട്ടീന്, എഴുതലുണ്ട് എല്ലാ സാധനവും. പക്ഷെ ആ ഒരു ഫീൽഡിൽ 4-5 വർഷം ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്താൽ ഞാൻ ഒരു സർവീസ് കയറിപ്പോവും. പക്ഷെ നമ്മളെ മൈൻഡ് അതിലേക്ക് എത്തണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ PG പഠിച്ച സമയത്ത് പിന്നീട് സമാധാനം ഉണ്ടായിന്. കാരണം ഉച്ച വരെ ക്ലാസ് ഇരുന്നാൽ മതി, ഉച്ചയ്ക്ക് ശേഷം ലാബേക്കാരം. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് വർത്താനം പറയാനുള്ളൊരു അവസരമാണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണ് PG ചെയ്തത്. മീൻസ് ഞങ്ങളുടെ രണ്ടാമത്തെ PG MEd എൻ്റെ സീനിയർ ആയിരുന്നു ചിന്ത, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അവിടെ പക്ഷേ ഈ പറഞ്ഞ ബേർഡനൊന്നും നമുക്കൊന്നും ഒരു രീതിയിലും വന്നിട്ടില്ലായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ ബേർഡൻ എന്നുള്ള സംഗതി അല്ല ഇത്. ഇങ്ങനെ എനിക്ക് പഠിക്കുന്ന സമയത്ത് ആകെ പ്രയാസം എക്സാമിൻ്റെ സമയം വരുമ്പോൾ മാത്രമേ പ്രയാസമായിട്ട്, ബാക്കിയുള്ള സമയമൊക്കെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അത് ക്ലാസ് കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. എപ്പോഴെങ്കിലുമൊക്കെ ഇറ്റ്സ് റണ്ണിങ് ഓൺ, നമ്മൾ പറയണത് ശരിയാണോന്നും അറിയില്ല, പിന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞൊരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ നമുക്ക് കിട്ടുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഭയങ്കര ലെവലാണ്. ബിക്കോസ് എസ്പെഷ്യലി കണക്ഷൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ക്ലാസ്സിനകത്ത് ഞാൻ പോണ്ടിയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിന്തൻ്റെ സീനിയറാണ്. ചിന്തൻ്റെ ക്ലാസ്സിൽ അത്രത്തോളം, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള അത്രത്തോളം കുട്ടികളില്ലായിരുന്നു അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് കുറേ കൂടി. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് മിസ്റ്റർ വസീമിനെ അറിയാം. വസീം കാശ്മീരുകാരനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയാൽ നമ്മളേറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഇവൻ്റെ ഒക്കെ ഒരു വസീം ചിന്തിക്കുന്ന രീതി ഞാൻ ചിന്തിക്കുന്ന രീതി നല്ല മാറ്റമുണ്ട്. വസീം എങ്ങനെയാണോ ഒരു കാര്യത്തിന് ഫേസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നത് നല്ല മാറ്റമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്നത്, എവിടെ ആയിക്കോട്ടെ, എവിടെ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന സമയമാണെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് പറഞ്ഞാൽ സോഷ്യലൈസേഷനാണ്. ഓരോരുത്തരുടെ കാര്യങ്ങൾ അറിയാം, ഓരോ കണക്ഷൻസ് ഉണ്ടാക്കാം. ഈ MEd ഞങ്ങൾ രണ്ടാളും കോഴ്സ് കഴിഞ്ഞിട്ട് MEd കഴിഞ്ഞിട്ട് ഞാൻ നേരെ MEd കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബാഗും വെച്ചിട്ട് നേരെ പോണത് കാശ്മീരിലേക്കാണ്. അവൻ്റെ വീട്ടിലായിരുന്നു ഞാൻ 11-12 ദിവസത്തോളം നിന്നത്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ടൈം പീരീഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ബിക്കോസ് ഈസ് ലോക്കൽ. നമ്മൾ ടൂർ പോകുന്ന എഫക്റ്റ് അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന എഫക്റ്റാണ്. പിന്നെ കാശ്മീരിലാകെ പ്രശ്നം വന്നത് ആദ്യത്തെ 3 ദിവസം ഭയങ്കര പ്രശ്നമാണ്. കാരണം ചുറ്റും പട്ടാളക്കാരാണ്. പിന്നെ നമുക്ക് ഇതങ്ങ് യൂസ്ഡ് ആവും. നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യലൈസേഷൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ കേരളമല്ല, ഈ തൃശ്ശൂര് വിട്ടിട്ട് ആലോചിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പഠിച്ചത് BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. അപ്പം അത് വിട്ടിട്ടൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല. പാരൻസും നമ്മളെ പുറത്തേക്ക് അധികം ഒന്നും വിട്ടിരുന്നില്ല ആ സമയത്ത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ B.Ed നാട്ടിൽ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടെന്ന് അറിയണത്. അതിപ്പോ ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ്. ഇപ്പൊ സാധാരണ പഠിച്ച് ഒരു സാധാരണ നാട്ടിൽ തന്നെ ഏതെങ്കിലും കോളേജിൽ PG ചെയ്ത് അങ്ങനെ. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു എഫക്റ്റീവ് അല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നി. എങ്ങനെ മനസ്സിലായില്ല? അതായത് ഇപ്പൊ നമ്മള് പുറത്ത് പോയോണ്ട് നമുക്ക് കുറെ കൂടി എക്സ്പീരിയൻസ് ഉണ്ടായി, കുറെ കൂടി ട്രാവൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു. കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പലരും പല സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ്. അപ്പൊ അങ്ങനെ പല സ്റ്റേറ്റിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ ഇപ്പൊ ഒരു പെൺകുട്ടി ആയിട്ട് നമ്മളെ പലപ്പോഴും റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല സമയത്തും. പക്ഷെ ആ ട്രാവൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം വന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തിപ്പെട്ടപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള ഒരു തീർച്ചയായിട്ടും നമ്മൾ സർവൈവ് ചെയ്യും. അങ്ങനെ ഒരു ഇത് വന്ന് കിട്ടിയത് നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷനിൽ കൂടെയൊക്കെയാണ്, ഈ ഒരു കണക്ഷനിൽ കൂടെയൊക്കെയാണ്. അല്ല, കണ്ടന്റ് എന്നുള്ളതിലുപരി ഈ ഒരു സംഗതി തന്നെയാണ് ഏറ്റവും വലുത്. ഈ ക്ലാസ്, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ചില ആളുകളുണ്ട് ക്ലാസ്സിലുണ്ട് എന്നുള്ളതല്ലാതെ ആരുമായിട്ടൊരു കണക്ഷനും ഇല്ല. ഈ ഒരു സംഗതി എനിക്ക് അവിടെ പഠിക്കാനായിട്ട് അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു കണക്ഷനായിട്ടും ക്യാമ്പസിൽ പോകുക പറഞ്ഞാൽ ആ ഒരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ടൊരു കണക്ഷനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്കെങ്കിലും പങ്കെടുക്കലുണ്ടാവുമല്ലോ. ഇപ്പോൾ ആർട്സ് ആണെങ്കിൽ അന്ന് വരില്ല, സ്പോർട്സ് ആണെങ്കിൽ അന്ന് തീരെയില്ല. അങ്ങനെ ആൾക്കാരുണ്ട്. പഠിച്ചിട്ട് അതുമില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഇവിടെ PGക്ക് പോയതാ, ആദ്യം MA ആയിരുന്നു എടുത്തിരുന്നത്. 2 PG ഉണ്ട്, ഒരു MEd ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എത്ര PG എടുത്ത് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള രീതിയിലാണ് എടുക്കണത്. ഇതിൽ നിന്ന് ഫ്രീഡം കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു വലിയ ടീമുണ്ട് കേട്ടോ, വലിയൊരു ജനറേഷൻ.
എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് നാട്ടിൽ തന്നെ വരുന്ന ഇഷ്ടംപോലെ പേരുണ്ട് പെൺകുട്ടികള്. അവർ പുറത്ത് പഠിക്കാൻ വിടില്ല, അവരെങ്ങനെയെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് വന്ന് എൻട്രൻസ് ഒക്കെ എഴുതി ജോയിൻ ചെയ്തു. പക്ഷെ അവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് ആണ് അവിടെ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ കോളേജിൽ നിന്ന് നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള സർക്കിളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടാനില്ല. കാരണം എസ്പെഷ്യലി ഇപ്പോഴൊക്കെ അങ്ങനെ കിട്ടുള്ളൂ, കാരണം കോളേജിലൊന്നും കുട്ടികളില്ലാത്ത അവസ്ഥയായി. അപ്പം നമുക്ക് ഈവൻ കുട്ടികളുണ്ടെങ്കിൽ പോലും ആ ഒരു സർക്കിൾ വലിയ ഡ്യൂറേഷൻ എന്നുള്ള ആൾക്കാരൊന്നുമില്ല. ബട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന സമയത്ത്, എസ്പെഷ്യലി ഔട്ട്സൈഡ് ഈ കേരളത്തിന് പുറത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളാണ്. ഇവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, ഇവരുടെ ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആണ്, ഇവരുടെ തോട്ട് ഡിഫറെൻ്റ് ആണ്, ഇവരുടെ ഫുഡും ചിന്താഗതികളും എത്തിക്സും എല്ലാം ഡിഫറെൻ്റാണ്. അപ്പം നമുക്ക് ആ ഒരു ഇതൊന്നും അല്ല. എനിക്ക് അസ്രൂൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതിന് പരിധികളുണ്ട്, സീരിയസ്ലി അല്ലേ. എൻ്റെ അടുത്ത് നിന്ന് അസ്രൂന് കിട്ടുന്ന പരിധിയുണ്ട്. കാരണം ഞാനും ഇവനും നിൽക്കുന്ന ഒരേ സർക്കിളിലാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരേ ആൾക്കാരാണ്, ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ ഒന്നാണ്, ഒക്കെ ശരിയാണ്. ബട്ട് എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഞാൻ ഇൻട്രാക്ട് ചെയ്യണത് ഇപ്പോൾ ചന്ദൻ കുമാർ എൻ്റെ ക്ലാസ്മേറ്റാണ്, ബീഹാറിയാണ്. അപ്പം അവനുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ബീഹാറിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് എനിക്കറിയണേ. അവിടുത്തെ നേറ്റീവ് ആവണമെന്നില്ല, വേറെ എവിടെന്നെങ്കിലും അവിടുത്തെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് വളരെ കുറവാണ്. ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം നടന്നു. എൻ്റെ ക്ലാസ്സിലുള്ള ആസാമിലുള്ള കുട്ടി പോയിട്ട് ഈ എക്സാം എഴുതി കയറി, അവളിപ്പോൾ അവിടുത്തെ ബീഹാറിലെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, പെർമനൻറ്റ് ജോബായിട്ട് കയറി. അതെന്തുകൊണ്ടാണ് കിട്ടുന്നത്? അവൻ്റെ നാട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മാറ്റം. ഒരു മാസ് ഓഡിയൻസ് വരുമ്പം മാസ്സായിട്ടുള്ള ഐഡിയ കിട്ടും. ബട്ട് ഈ അസുർ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളിവിടെ ഈ മറ്റേ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി മാത്രം പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. എവിടെയാണോ തിരക്കുള്ളത് ആ തിരക്കിൻ്റെ നടുക്ക് പോയി നിന്നാലേ തിരക്കിൻ്റെ ചുറ്റും നടക്കണം എന്താ നമുക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പുതച്ച് മൂടി കിടന്നുറങ്ങുക, മരിക്കണ വരെ ഉറങ്ങുക. ഇന്ന് നമ്മൾ കേട്ടത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന 3 വ്യക്തികളുടെ ഡിഫറെൻറ്റ് വ്യൂസാണ്. അവർ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അവരോട് ഞാൻ നന്ദി പറയുന്നു.